ഞാൻ പറയാം. സാറേ സാറേ സാർ ഒന്നുകൂടെ സാറോട് നോക്കിയേ സാറോടെ
Ladies and gentlemen, this arrived our honorable guests. Please rise to welcome, and I request everybody to sit in your own places, please. Hello. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് മുൻനിരയിലെ സീറ്റുകളെല്ലാം തൽക്കാലം ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒഴിച്ചിടേണ്ടതാണ്. കമ്മിറ്റി അംഗങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം മുൻനിരയിൽ ആദ്യമായി നമ്മുടെ ഗസ്റ്റുകളെല്ലാം മുൻനിരയിലാണ് ഇരിക്കുക. തീം സോങ്ങിൻ്റെ ഇനാഗുറേഷന് ശേഷം മാത്രമേ അവർ വേദിയിലേക്ക് കയറുകയുള്ളൂ. അതുകൊണ്ട് ഫ്രണ്ട് റോ ദയവ് ഇതെല്ലാവരും ഗസ്റ്റുകൾക്കായി മാറ്റിവെക്കണം. അതിനുശേഷം നിങ്ങൾക്കവിടെ ഇരിക്കാവുന്നതാണ്. അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോരോ പദവികളനുസരിച്ച് സീറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പ്രത്യേകം ആ സീറ്റുകളിൽ മാത്രം ഇരിക്കുവാനും കൂടി പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും മറ്റ് എല്ലാ അംഗങ്ങളും ദയവ് ചെയ്ത് ഇരിക്കണം. തീം സോങ്ങിനുള്ളവർ മാത്രം മുൻനിരയിൽ നിൽക്കുക. ബാക്കി എല്ലാവരും അവരവർക്ക് അനുവദനീയമായ സ്ഥലങ്ങളിൽ ഉപവിഷ്ടരാകുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഫ്രണ്ട് റോ ദയവ് ചെയ്ത് ഗസ്റ്റുകൾക്കായി മാറ്റിവെക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 30ഓളം സീറ്റുകളാണ് നമുക്ക് മുൻനിരയിൽ മാറ്റിവെക്കേണ്ടി വരിക. ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കുക. 10 നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറിമണി പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. സീറ്റിന്റെ ഓർഡർ: റെഡ് സീറ്റുകൾ മുഴുവൻ കോർ ക്യാബിനറ്റ് മെമ്പേഴ്സ്, ഏരിയ ചെയർപേഴ്സൺസ്, അതുപോലെ തന്നെ റീജിയൻ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആൻഡ് ഡിസ്ട്രിക്ട് തീം സോങ് പാടുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും മുൻനിരയിൽ നിന്ന് മാറി നിൽക്കുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഹലോ 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 പുറത്തു നിൽക്കുന്ന എല്ലാ അംഗങ്ങളും അകത്തേക്ക് കയറിയിരിക്കുക. ഒരു 10 നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മൾ പരിപാടി തുടങ്ങുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്റർനാഷണൽ സെക്കൻഡ് വൈസ് പ്രസിഡന്റ്സ് അലോങ് വിത്ത് PDGs മീറ്റിംഗ് ആണ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് നടക്കുക. അതിനുശേഷം ഉടൻ തന്നെ നമ്മളുടെ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. പുറത്തു നിൽക്കുന്ന എല്ലാ അംഗങ്ങളും അകത്തേക്ക് കയറി തങ്ങൾക്ക് അനുവദിച്ച സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രം പറഞ്ഞാൽ മതി. ഞാൻ 10 മിനിറ്റ് ഞാൻ 10 മിനിറ്റ് ഞാൻ ഇറങ്ങാം 10 മിനിറ്റ് ഇറങ്ങാം.
തൊട്ടുപുറത്തേക്ക് സുനിൽ. ഹലോ 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 വയ്യാത്തൊരു പാട്ട്. എല്ലാരും എത്തിയിട്ടില്ലേ? ആ നിഷിത വന്നിട്ടുണ്ട്. സാധനം കഴിഞ്ഞോട്ടേതായി. പുതിയ MJF എടുത്തവർ വേദിയുടെ ഇടത് ഭാഗത്ത് എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ അവർക്ക് സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്.
2023-24 വർഷത്തെ PMJF ആൻഡ് MJFs സ്റ്റേജിൻ്റെ ഇടത് വശത്ത് അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ കസേരകളിൽ ഉപവിഷ്ടരാകുവാൻ അഭ്യർത്ഥിക്കുന്നു. ടോണിയുടെ മോൻ വന്നിട്ടുണ്ടോ?
സാറിന്റെ വക. ഇതിങ്ങനെ പിടിക്കണോ അല്ലേ? താങ്ക് യു. എല്ലാവരും തത്സാനങ്ങളിൽ ഉപവിഷ്ടരാകുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. സംഘഛന്ദം സംവദന്തം സംവോ മന്നാസി ജായത ദേവാഭാഗം യഥാപൂർവേ സഞ്ചാനാമ ഉപാസതേ. ഋഗ്വേദ മന്ത്രത്തിൽ പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, പരസ്പരം സഹായിക്കാം, പരസ്പരം സ്നേഹിക്കാം, നല്ല കാര്യങ്ങൾക്കായി ഒത്തുചേരാം. നമ്മുടെ ലക്ഷ്യവും മനസ്സും ഇവിടെ ഒന്നാകട്ടെ. മെയ് ടു 8 സമൂഹത്തിന് വേണ്ടി അശരണരെ സഹായിക്കാൻ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ നീങ്ങാമെന്ന പ്രാർത്ഥനയോടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നന്മകളെയും ഇന്നത്തെ MOC ആയ ഞാൻ വിഷ്ണു നമ്പൂതിരി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. Dear Lions, it is euphoria. A song strongly associated with Lions Club. District 318D proudly present the district theme song 2023. Dear Lions, it is euphoria. Here we are going to witness the opening ceremony of our district's theme song. It is the fulfillment of our district governor's dream. Yes, it is a historic moment because it is for the first time in the district a theme song is sung by a group of 60 gifted singers. Western thinker Frederick Nietzsche once said, "Without music, life is imperfect." The Lions, this song is written and composed by our lion,
Lion Sunil Kumar, Secretary of North Committee 2. I welcome all of you to engage them and experience the mellifluous voice of our singers. God bless you all. Thank you so much. Over to Sunil. Thank you. Video, please. രണ്ടായിരത്തി 23-24 ലയനിസ്റ്റ് ഇയർ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് മാസ്മര വലയം തീർക്കാനായിട്ട് എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളുടെ ഇൻസ്റ്റലേഷനോടനുബന്ധിച്ച് ഒരു മനോഹരമായ തീം സോങ് വേണമെന്ന എൻ്റെ ആഗ്രഹം അത് പൂർത്തീകരിക്കാനായിട്ട് അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച എൻ്റെ ഹോം ക്ലബ്ബ് മെമ്പർ ലയൻ സുനിൽ VS-ഉം അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒട്ടനവധി അണിയറ പ്രവർത്തകർ പ്രവർത്തിച്ചു. അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്നിവിടെ മനോഹരമായ ഒരു സോങ് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നു. ഈ സോങ്ങിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സേവനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ മനോഹരമായ ഈ സോങ്ങിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒത്തിരി മെമ്പർമാരുടെ അധ്വാനത്തിൻ്റെ ഫലമായ ഈ സോങ് ഔദ്യോഗികമായിട്ട് ഇനോഗ്രേഷൻ ചെയ്യുന്നതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അടുത്തൊരു വർഷം ലയൺസത്തിന്റെ സുവർണ കാലഘട്ടമാക്കി മാറ്റാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ലയൺസ്. It's a new day. It's a new beginning. Sun is born beautiful today. Yes, this is the time. Changing the world, changing the world. We have to go far, we can walk together, we can forest river. We have to reach the head of the world. We have to go far, we can walk together, we can forest river. We have to reach the head of the world. We want to save the world, we want to save the world, we want to save the world, we want to save the world. We say, we wait to end, we say, we wait to end, changing the world.
ഇത് പുതുയുഗം ദൈവനെടിതൻ പുതുയുഗം നമുക്കൊന്നിച്ചു തിരിതെളിക്കാം പുതു സ്വപ്നങ്ങൾക്കു ചിറകേകാനായി ഇനിയും ഒത്തിരി വളർന്നു ഈ വിശ്വം മുഴുവൻ തണലേകാനായി പൂക്കണം കായ്ക്കണം ഈ വിശ്വം മുഴുവൻ വിശപ്പടക്കാനായി വളരണം ചില്ലകൾ അശരണർക്കായി കൂടൊരുക്കാനായി We made today. We said we made today. Changing the world, changing the world. We are the light, we serve the world, we have right leaders. Right direction, right destination, this is the time to hold the hand. Let us go. We said, we made today, we said, we made today. Changing the world, changing the world, changing the world, changing the world. Thank you for the beautiful theme song. Thank you, Sunil, and the team of 100 beautiful voices. This is a time to invite the dignitaries to the dais. I request the program convener, Benny Nilanka, will please come to the dais, and the Leo President, Swati, and the Lion Ladies Forum President, Lion Ronnie Paul, please come to the dais. The District Cabinet Treasurer, C.D. Jason, has requested to come to the dais. Also the District Cabinet Secretaries and MD Jose Anil Kumar, KP Virijayarajan, T. Balakrishnan, James Sancheri, and Sriyas Shashi to the dais, please. I request all the past district governor along with the spouses, I requested to come. Dais line T.K. Louis and Rosalie Louis, Dr. V.K. Satish Babuji, line engineer K. Ramakrishna Menon, engineer P. Anand Menon and Radha Menon, Dr. N.M. Vijayan and Kamala Vijayan, Dr. K.K. Mohandas and Samyukta Mohandas, Advocate K.M. Mathusuthanan and Rema Mathusuthanan, Advocate T.J. Thomas and Valsala Thomas, Dr. Ramanathan and Valli Ramanathan, Engineer K. Rahmatullah and Khadija Rahmatullah, and George D. Das and Rosalie George, T.K. Kishore and Priya, and FCA Mohandas and Shailaja Mohandas, Advocate K.M. Samakumar and Rajalakshmi Tangapan, C. Joseph John and Shelby Joseph John, V.A. Thomachan and Rasi Thomachan, and Engineer E.D. Deepak and Rija Deepak, Colonel T. Ramkumar and Vimala Ramkumar, George Morelli and Rani George, and I request Chief Advisor, Advocate M.V. Surya Prabha ma'am and Advocate Babuji, please come to the dais. Also request the Chief Mentor, Lion Ignatius and Jesse Ignatius, and also request the second Vice District Governor, Lion Jaykrishnan and Rathika Jaykrishnan. Our guest of the day, Lion Venkatachalam, the Vice District Governor. And also request the first Vice District Governor, Lion James Paul Volapilla and Lena James, the past multiple council chairperson, Lion Amarnath, and the past multiple council chairperson and GLC MD coordinator, Saju Anthony Pathadan and Bina Saju. Now we proudly invite our district governor, Lion Tony Enokaran, and the first lady Stella Tony,
our past international director, Lion VP Nandakumar, the multiple council chairperson, Sushma Nandakumar, our past international director and LCF area leader, Lion engineer Moriganji, and chief guest of the day, our Pride International second vice president, Aravind Pal Singh Ji, to the dais. Please give a all for the big applause, please. I request District Governor Lion Tony Enokaran to call the meeting to order, please. (2023-24) Cabinet leaders and VDGs Cabinet installation called to order. Thank you, District Governor. Light is the symbol of glittering the mind. Deepam is to remove the darkness from the mind and heart. We are requesting our dignitaries, the functions, to be lighting the Bhadra Deepam. कुछ तो बात है हमारे तिरंगे में, ऊंचाइयों में लहराती है मगर बसती सबके दिलों में है. Let's feel proud to be a part of our glorious nation and hoist the tricolors high.
Let's your spirit and fly high with our national flag. With proud, I invite Lion Captain Anthony Alapat MJF for presentation of national flag. Lions Club International 318D Cabinet District Cabinet Installation Parade. Attention! Thank you. Now the time for the district banner presentation. I request that the cabinet treasurer and secretaries, please, for the cabinet banner presentation, please. Love has hands to help others. It has feet to hasten to the poor and needy. It has eyes to see misery and want. It has ears to hear the sights and sorrow. This is what love looks like. For this ability, we have to pray God. Please keep stand and join your hands for prayer. I invite Lion CS Shashi PMJF, Cabinet Secretary and Administration for prayer. ദൈവമേ നിന്റെ
സ്നേഹസാഗരം എന്നിലേക്കൊഴുകേണമേ. ഹൃത്തിലെ തിന്മയൊക്കെയും മാറ്റി ശുദ്ധമാക്കി തരേണമേ. ദുഃഖമെൻ ചിത്തഭൂമിയിൽ വർഷ മേഘമായി പെയ്തിറങ്ങുമ്പോൾ സാന്ത്വനത്തിൻ്റെ കുഞ്ഞു തെന്നലായി എന്നെ വന്നു തലോടണേ. നിത്യവും എൻ്റെ ചിത്തവീടയിൽ മുഗ്ധരാഗമായി എത്തണേ. സത്യരാഗത്തിൻ ധർമ്മഗാനങ്ങൾ പാടുവാൻ കഴിവേകണേ. കൃഷ്ണ ക്രിസ്തു നബികളൊക്കെയും ഏകമാണെന്ന സത്യത്തെ അന്തലോകത്തെ ബോധ്യമാക്കുവാൻ ജ്ഞാനമേകു സർവേശ്വര. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. Thank you, Shashi. Dear Lions, please be upstanding and face the flag of nation for the flag salutation. To render the flag salutation, we invite Cabinet Secretary James Ancheri, please. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibilities of a good citizen. Its history, written in letters of gold, inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course, and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the comity of nations. Jai Hind. ലോകസമാധാനത്തിനു വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ ലയൺ സുഹൃത്തുക്കൾ, അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താങ്ക് യു. Thank you. Please be seated. മനോപുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകലോ എന്ന രാമായണത്തിലെ സീതയെ പോലെ തൻ്റെ കർമ്മരംഗത്ത് എന്നും സൂര്യ തേജസ്സായി തിളങ്ങുന്ന മാതൃഭാവത്തെ പാസസി ഗവർണർ ഡിസ്ട്രിക്ട് ചീഫ് അഡ്വൈസർ കൂടിയായ സൂര്യപ്രഭ മാഡത്തെ ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടികളോടുകൂടി തന്നെ ഫോർ വെൽക്കമിംഗ് ദി അഡ്രസ് പ്ലീസ്. Presiding officer of this installation ceremony, District Governor Lion Tony Enakaran, PMJF, our most respectful Chief Guest of the day, Second International Vice President, Lion Arvinder Paul Singh, Guest of Honor, most respectful Past International Director, Lion Murugan Sir, Multiple Council Chairperson and immediate past District Governor, Lion Sushma Madam, Vice Governors-elect, Lion James Valapilla and Lion Jay Krishna, and all the Lion leaders on the stage, their spouses, my dear Lion brothers and sisters, a very good evening to you all. Today we are witnessing a fabulous cabinet installation. We are having a visionary as chief guest today. We are lucky to have him here. Now, presiding officer, I need to welcome our district most
what he wants, and he's very focused. That's a great deal of attention to what he has actually aimed at. And we have all seen by in setting a target, Melvin Jones Fellow, which he had rightfully achieved on the very first day of 2024. He has surpassed 85 NJFs as per the report given in our PDG forum meeting today. And he is a pride to our district and multiple. Our madam, multiple council chairperson Sushma madam should be really proud that her own district is going to be the topper in this. We, myself, and on behalf of all of you, let me give a very heartiest welcome to our district governor, Lion Tony Enokaran, and spouse Stella Tony. Our chief guest today, he is the brainchild of automatic club suspension rule. Am I right, sir? During the period of Mahendra Amara Surya. If I'm wrong, I think PID Murugan sir will correct me. And I have understood that he was the brainchild of that automatic club suspension rule. When it comes to his principle, he is as stubborn as his physics speaks out. Amongst the contemporary line leaders globally, when it comes to discipline, he is tall as his physique reveals. I still remember, my dear friends, when I was the president of Lions Club of Palakkad Fort Town in the year 2005-2006, our chief guest was the outgoing international director. And at that point of time, he had conducted a All India Lions meet in Mumbai. And our very favorite past international president, Lion Ashok Mehta ji, was the international president at that point of time. In that venue, our chief guest had introduced our international then president, Lion Ashok Mehta ji. From A to Z alphabets, he had used all the adjectives. Without even a single piece of paper, he had narrated with adjectives from A to Z our international president, Lion Ashok V. Mehta, in his absence physically, when he was joining us in Skype from US. Am I right, sir? Yes, I still remember because it was very lovable moment for all of us who had participated. Dr. Ramnathan also, as governor, he also participated in that All India Lions meet. Friends, he's a very good orator, we all know. He's a good speaker. He's a rightful person to be here to motivate each one of us, both in contributions, in membership growth. He has already set a committee for 3 years, targeting 1.5 million membership growth. I'm sure he will definitely achieve by the time he takes up his office as international president of Lions Clubs International. Let us give a very proud applause to and hearty welcome on behalf of District 3180, our second Vice President, Lion Arvind Singh Paul. Very favoritely called as AP Singh. Now we have two past international directors in our multiple. We are proud that we have past international director Lion Murugan sir, who has always been a guide and motivator to the multiple. Any leader, any lion who has anything to know about lionism always can depend upon him. He is currently the Secretary of Lions Club of India, Lion LCI,
and also the area leader of LCIF. We are so happy to have him here as our guest of honor. Sir, on behalf of District 3180, we extend a very hearty welcome to you. And along with Lion Murugan sir, our past international director, Lion VP Nandakumar sir, even in his absence today, due to his another program in our neighboring district, I heartily welcome our own pride, our past international director, Lion VP Nandakumar sir, and spouse, Lion Sushma madam. Next comes our multiple council chairperson. As we all know, we are getting a multiple council chairperson, a lady multiple council chairperson, first time in Kerala multiple, Lion Sushma madam. And she was the topper all over India, you know, in Isami also, she was one among the 10 toppers. She led our district to one among the 10 toppers. She had achieved her Melvin Jones and given good contribution in membership also. And now she should be really happy that the person who is going to take over her mantle is again already setting a very good record in Lionism. So madam, we are extending a very cordial welcome to you in this August assembly. We have two guests today. Lion second vice governor, I have left our own vice governors. Vice governor elect Lion James Valapilla, a person whom we are all expecting to again outnumber everything from our district governor next year. Lion James Valapilla and Leena James, a hearty welcome to you both. Then comes our second vice governor elect, Lion Jay Krishnan and Lion Radhika Jay Krishnan. Let us give a hearty welcome to both of them. Lion Venkatachalam, who is the first vice governor elect from District 318B. Let us give a good round of applause and hearty welcome to the second vice governor of District 318B. And we have our GLT multiple coordinator, Lion Saju Anthony Pathadan and Beena Anthony. Yes. A hearty welcome to Lion Saju and Lion Beena. We have a past district governor from District 318C, Lion Amarnath. Let us give a good round of applause and a hearty welcome to Lion Amarnath. District Menda, Lion Ignatius and Jesse. A hearty welcome to both of you. It's raining off us. Let me extend a very, very warm welcome to all the past district governors here. I'm not naming each one of them. All the past district governors who are the real pillars of this district, who have set records in the previous years. Let me give a hearty welcome to each past district governor along with their spouses on the stage. Now let me extend a very hearty welcome to our core cabinet members on the stage and Cabinet Secretary Lion Shashi, Lion Sanjeri, Treasurer Jason and all other core cabinet members on the stage.
we have our Lions Ladies Circle President, Lion Roni Paul. Hearty welcome to you, Madam. And our Leo President, Swati Sukumaran, a hearty welcome to you. And we have our governor's parents and the family sitting right in front of me. The entire family of governor, please raise. Let us give a good round of applause to this family. Parents, children of our district governor, Lion Tony Enokaran, a hearty welcome to this August Assembly, sir. Please be seated. I extend a very warm welcome to all the core cabinet members, all the district cabinet members who are going to be installed here today, all the district chairpersons, all area chairpersons, the club presidents, secretaries, treasurers, and all the members of all the clubs, and all the invited guests, and last but not the least, the invited guests by you in this August Assembly. Let me extend a very warm welcome to each one of you. Let us enjoy this day. Let us give our ears to our chief guest today and implement whatever he expects from us. Have a great day. Jai Lionism. Thank you, Suryaprabha ma'am, for your pleasant welcome. ഊട്ടുന്നവൻ്റെ കണ്ണു നിറയുന്നതല്ല, ഉണ്ണുന്നവൻ്റെ മനസ്സ് നിറയുന്നതാണ് യഥാർത്ഥ സേവനം. തൻ്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങളിലും ചരിത്രം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടോണി എനോക്കാരനെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു. ലയൺ എഡിസൺ ഫ്രാൻസ്, PMJF GLT കോർഡിനേറ്റർ. The President, our most beloved and daring District Governor, Lion Tony Enokaran PMJF, and his spouse most loving, Lion Stella Tony PMJF. Chief guest, our honorable and ever-inspiring international second Vice President, Lion Arvind Pal Singh PMJF. Guest of honor, a most distinguished and charismatic past international director, LC leader and Secretary Lions Council of India, Lion Engineer Murugan PMJF. PID Lamin Nandakumar and IPDG and MCC Lion Sushma Nandakumar, VDGs, PDGs, other dignitaries, honor of the days, the line leaders, fellow lions, lionesses, Leos, invited guests, friends, good afternoon. From the bottom of my heart, let me say, it is an honor and privilege to introduce our empowering and energetic district governor, Lion Tony Enokaran, to this August and elite gathering on this auspicious occasion. Lion Tony Enokaran was born on 17th April 1967 in the aristocratic family of Ollu as the second son of Sri Anthony Enokaran and Srimati Lily Anthony Enokaran. After completing his education at Ollu and Thrissur, he started his own business in 1987 at the age of 22. And this became a turning point in his life. With his hard work, dedication, integrity, his business flourished and expanded across the country. He is actively involved in different social, cultural, and educational forums. He stepped into Lionism in 2000 as a member of Lions Club of Ollu. In 2014, his membership was transferred to Lions Club of Trichy North. His profile in Lionism is outstanding as well as astounding. He has been elevated to the top posts in Dignitary. From time to time, he has been conferred on various prestigious titles and awards. Melvin Jones Fellow, Lionism Award, International President's Leadership Award, Ray Hope Excellence Award, Chevalier of Lionism Award, to name a few. If someone comes to his service, leadership and contributions in Lionism, it is nothing but a saga of successful projects. As a district chairperson in 2008-2009, he led a memorable mega medical camp for tribal inmates and estate workers of Chimney forest areas. As a zone chairperson, he voluntarily took up the challenge of implementing a waste management project for the entire Thrissur Corporation. As a region chairperson, the then district governor entrusted him with the district governor's prime project, Lifeline. It was a phenomenal success in the history of Dignitary. 117 heart surgeries were carried out successfully for the poor with a high degree of transparency. This mega humanitarian event was inaugurated by none other than the then international director, Lion Sangeeta Jatiya,
who envisioned a new phase of Lionism in India. And it brought him global appreciation. Even now, each Lion is proud of it. Ever since he embraced Lionism, he has been passionate, compassionate, and committed in serving the organization. His humbleness, simplicity, and commendable service background touched the hearts of Lions of Dignitary and rewarded him a remarkable record victory to chair the office of the second Vice District Governor in 2021. During his tenure as a second Vice District Governor and first District Governor, he immensely involved in all the activities to strengthen the organization above expectation. He has participated in national and international conventions besides his army, along with leadership academies at all. He Stella, MPM, and blessed with 2 sons and 1 daughter. His eldest son, Sean Tony, has completed his MBA. Daughter Ria Tony is pursuing MBBS. And the younger son, Don Tony, is doing his graduation. Dear Lions, he is our most courageous and charismatic leader. He is a visionary with a vision, mission, passion. We may call him trailblazer, kingmaker, game changer, Iron Man, and diplomatic strategist. But above all this title, is a true human being, a paragon of virtues, a true good Samaritan because he has a heart of a lion. His motto, made to aid, has already become the reverberation services. He has made an unprecedented achievement by giving 77 MJFs on the opening day of International Affairs in Illinois in America. It is an all-time international record. On the day of district convention, he released and distributed district mini directory. It is another record in multiple districts, if not in India. Today he is getting ready to release and distribute district directory. Literally speaking, unimaginable accomplishments. His and the dream, Manna, a permanent hunger relief project, is conducted every day in association with the Thrissur Corporation. He has been highly appreciated and accepted in every work of society. Dear Lions, with him we can dream beyond boundaries. With him we can go beyond the horizon. With him we can expand beyond limitation. With him we can feel the intangible, see the invisible, and achieve the impossible because he is a man of caliber and character. So, deserve, in turn, we serve to be a lion. Yes, together we can change the world. Dear Lions, let us welcome with an applause our gentle, generous, and glamorous district governor, Lion 20 of to our hearts to lead this district for the next 10 years because he has born to lead us. Wishing him all the best to build a new world towards changing the world. The vision of International President Dr. Patil. May God bless abundantly. Jai Hind, Jai Lionism. Thank you so much, dear all. Thank you. It is in France. വിശ്രമം മറക്കുവിൽ കടിഞ്ഞാൺ മുറുക്കുവിൻ അശ്വങ്ങൾ കുതിക്കട്ടെ ലക്ഷ്യത്തിലെത്തും വരെ സ്വപ്നതുല്യമായ ലക്ഷ്യത്തിനായി ലക്ഷ്യപ്രാപ്തിക്കായി കുതിക്കുന്ന 318യുടെ നായകൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടോണി ഏനോക്കാരനെ ക്ഷണിക്കുന്നു നിറഞ്ഞ കയ്യടികളോടുകൂടി തന്നെ ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ്. Today, Chief Guest, International Second Vice President, Lion AP Singh, Past International Director, and LCIF Area Leader, Lions Council of India Secretary, Lion R. Murugan, Multiple Council Chairperson, Lion Sushama Nandakumar, First VDG, Lion James Paul Valapela, his spouse, Lena James, Second VDG, Lion T. Jayakrishnan, his spouse, Radhika Jayakrishnan, First Vice Governor, 318B, my good friend, Lion Venkatachalam, PDG, Lion Amarnath, my advisor, Lion Surya Prabha,
his spouse, Line Babu, my mentor, Line MD Ignatius, his spouse, Jesse Ignatius, our pillar of district, PDGs, cabinet secretaries, cabinet treasurer, core cabinet members, RCs, ZCs, PSTs, my good friends and my line members, good evening. ഇവിടെ ആദ്യമായി നമുക്കൊക്കെ സ്വാഗതം പറഞ്ഞ ഞാൻ ആദ്യം ഈ പ്രസ്ഥാനത്തിലേക്ക് മത്സരരംഗത്ത് വന്നപ്പോൾ അന്നത്തെ ഗവർണറായ എൻ്റെ അഡ്വൈസർ ലൈൻ സൂര്യപ്രഭയ്ക്കും മേഡത്തിൻ്റെ പ്രിയതമൻ ബാബു ചേട്ടനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. കാരണം ലയൻസ് പ്രസ്ഥാനത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഓരോ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിലൂടെ ഈ 318 പ്രാവർത്തികമാക്കാൻ എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയ മെമ്പർമാരോട് എനിക്ക് എന്താ പറയാനുള്ളത്? എന്ത് ചോദിച്ചാലും കൈനീട്ടിത്തരുന്ന ഈ പ്രസ്ഥാനത്തിനോട് കൂടുപുലർത്തുന്ന വി സെർവ് എന്ന മോട്ടോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നിങ്ങളോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, സ്നേഹം മാത്രം. കൊടുക്കുന്നതെന്തോ അത് അതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു മേടിക്കണം. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് അവർക്ക് നൽകിക്കൊണ്ട് തിരിച്ചു മേടിക്കണം. ഞാൻ അതുമാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ഈ മെമ്പർമാരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ ആദ്യം അവർക്ക് കൊടുത്ത് ഞാനത് തിരിച്ചു വാങ്ങുന്നു. ഇന്നീ കാണുന്ന ഈ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി തരുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം സേവനം മാത്രം ലക്ഷ്യം വെച്ച് ഈ ഒരു വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കുവാൻ എനിക്ക് താങ്ങും തണലായി എൻ്റെ ഒപ്പം നിന്ന നിങ്ങളാണ്. നിങ്ങളുടെ ഈ വർഷക്കാലം മുഴുവൻ തുടർന്നും ലയനസത്തിൽ എനിക്ക് താങ്ങായി കൂടെ ഉണ്ടാവണം. എനിക്കതാ പറയാനായിട്ടുള്ളൂ. ഈ ജൂലൈ 1-ാം തീയതി തന്നെ നമുക്കറിയാം സേവന പ്രവർത്തനങ്ങളുടെ പെരുമഴ പെയ്ച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷം തുടക്കം കുറിച്ചത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ 191 ക്ലബ്ബുകളായിരുന്നെന്ന് ഈ വർഷം നമുക്ക് 3 ക്ലബ്ബുകളോടി സ്പോൺസർ ചെയ്യാനായിട്ട് കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ. ആ 191 ക്ലബ്ബിൽ 165 ക്ലബ്ബിലും പരിസര ശുദ്ധീകരണം നമ്മൾ നടത്തി. നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു. അതിലേറ്റവും മനോഹരമായത് ഹങ്കർ ഫ്രീ സിറ്റി തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 500 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ എഴുതപ്പെടേണ്ട ഒരു വികാരത്തിൻ്റെ പേരാണ് വിശപ്പ്. അതില്ലാതാക്കാനായിട്ടും അതുള്ളവൻ അത് ശമിപ്പിക്കാനും സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ലോകം മുഴുവൻ സമ്പന്നമാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ വർഷം ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും എനിക്ക് ഈ വർഷം കുറച്ച് പ്രോഗ്രാമുകളോടെയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതുമാത്രം ഒന്ന് പറയാം. കാരണം പ്രത്യേകിച്ച് ഞാനിവിടെ നല്ല ശുദ്ധ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ AP സിംഗ് സാറിന് അത് മനസ്സിലാവണില്ല. ഹിന്ദി പറയണമെങ്കിൽ ഒരു പരിധി വരെ ആൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഈ വർഷത്തെ മെയിൻ പ്രൊജക്റ്റുകളിൽ ചിലത് മാത്രം ഞാനിവിടെ വിശദീകരിക്കാം.
I have planned many service projects for the Lionistic year 2023-2024. I would be mentioning a few among things. Firstly, I would like to mention about my dream project, Home for Homeless. This service project is made with the intention of building 200 homes and providing them to underprivileged homeless community. Among these, 48 houses are already under construction. Next project is to conduct a mass marriage or community marriage for 100 poor and dependent unmarried girls. Next project is find out people with heart diseases and who are not able to continue the treatment due to poverty. We will assist them financially to undergo heart surgery and also continue with their treatment. Next is find out people who are paralyzed and help the needy people financially and physically. Next, I would like to mention a mega program that will be conducted for the mentally challenged people. The program will incorporate mental challenged people from all the 3 revenue districts to conduct and supplement the hold with us for their and to spread and love. Mentally നമ്മളെ പോലെ ജീവിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുമായിട്ട് സമൂഹത്തിൽ നിന്ന് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഈശ്വരൻ്റെ വികൃതി കൊണ്ടോ നമ്മുടെ പൂർവികരുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടോ നമ്മളെ പോലെ ജീവിക്കാൻ കഴിയാത്ത മാനസിക വൈകല്യമുള്ള കുഞ്ഞുമക്കളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു മെഗാ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതും വളരെയധികം സന്തോഷത്തോടെ ഞാൻ അവതരിപ്പിക്കുക. ഇതിനൊക്കെ ഒട്ടനവധി സാമ്പത്തിക സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഒട്ടനവധി സമ്പത്ത് നമുക്കുണ്ട്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ നമ്മുടേതാണ് എന്ന് അഹങ്കരിക്കാതെ നമ്മളെ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് കൂടി നൽകുവാൻ വേണ്ടി ആണ് എന്ന ഉത്തമ ബോധത്തോടെ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് 318D ഏറ്റവും നല്ലൊരു ഡിസ്ട്രിക്റ്റാക്കി മാറ്റണം. 318D എന്ന ഡിസ്ട്രിക്റ്റിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു ജനത പോലും ഇല്ലാത്ത ഒരു കാലം വിദൂരമല്ല. അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. കാരണം നമ്മുടെ പ്രോഗ്രാം അരമണിക്കൂർ വൈകിട്ടാണ് തുടങ്ങിയത്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ഒരു അപേക്ഷയുണ്ട്. കാരണം 7 മണിക്കാണ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടത്. അത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു 7:40 വരെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളെന്നോട് ക്ഷമിക്കണം, എന്നോട് സഹകരിക്കണം. ഈ മീറ്റിംഗ് കഴിയുന്നവരാരും പുറത്തേക്ക് പോകരുത്. നമ്മുടെ കോർ ക്യാബിനറ്റ് മെമ്പർമാരൊന്ന് ശ്രദ്ധിക്കണം. ഈ നമ്മുടെ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സ്നാക്സ്, വെള്ളം എന്നിവ നിങ്ങൾ ഇപ്പോൾ തന്നെ വിതരണം ചെയ്യണം. നിങ്ങൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പുറത്തേക്ക് പോകാവൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സോ വെള്ളം വേണമെങ്കിൽ നിങ്ങളവിടെ ഏറ്റുനിന്ന് കൈബന്ധിച്ചാൽ നമ്മുടെ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പർമാർ, ലയൺസ് പ്രസ്ഥാനത്തിൽ സേവനത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടരുത്. 7:40 വരെ നിങ്ങൾ ക്ഷമിച്ചിരുന്ന് ഈ മീറ്റിംഗ് വളരെ മനോഹരമാക്കി നമ്മളെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് AP സിംഗ് സാറിന് മനോഹരമായ ഒരു വിരുന്ന് ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലളിതവും മനോഹരവുമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയ ഡിസ്ട്രിക്ട് ഗവർണർ പ്രത്യേകം നന്ദി. Every ending heralds a new beginning. The new Lions year 2023-24, giving opportunities for new leaders to exhibit their talents.
I would like to invite Lion Suresh K. Warrior, PMJF, GST Coordinator, to introduce our chief guest. Respected chairman of this meeting, Lion District Governor Tony Enokaran, and the First Lady of the district, Stella Tony, Chief Guest of the Day, International Second Vice President, Lion AP Singh Sir, Guest of the Day, PID, Secretary of Lions Council of India, R. Murugan Sir, Multiple Council Chairperson, Sushma Nandakumar Madam, dignitaries on the dais and off the dais, PDGs, second VDGs, dear Lion leaders. Here is an individual with versatile talents who believes in accountability and creativity in all that he does. An innovator thinker who possesses effective interpersonal and communication skills. He enjoys building, leading, motivating, and training productive teams and successfully negotiate challenging environments. He has the ability to analyze and resolve complex issues based on historical perspectives and contemporary experiences. A powerful speaker who makes an impact and leaves not just with an impression, but with questions to grapple with. In April 1893, the decision of an Indian man at the age of 23 to move to South Africa, pen of writing the book, cross sea and learn. That decision made us all proud to say that we belong to the land of Mahatma Gandhi. The personal decisions that some people make will not only benefit them, but also the society and even the world. One such decision was taken by our chief guest in 1984 by joining the Vigas Lions Club in Calcutta. If that decision had not been taken, this great movement would not have had a visionary and leader like you, sir. In front of the 14 lakhs lions, Indian Lions can proudly say that we belongs to the land of Lion AP Singh. Started his leadership ladder in 2000-2001, becoming the district governor of 322B. Served as council chair, multiple district 322 in 2001 and 2002. He was selected to serve a 2-year term of international director in 2004. During this period, he was also appointed on 2 ad hoc committees formed by the international presidents in the year 2004 and 2005. In the years 2007, 2008, 2009, 2010, 2017, 2018, he was appointed as a member of the board committees by the respective international presidents. Further, during the years 2014, 15, 16, 17, he was invited to attend meetings of international board for his contributions on the global membership team. Additionally, during 2009-10, he was appointed on the LCI steering committee. He has also served as the chairman of the International Convention Rules of Procedure Committee at the convention in 2015 and 2016. He proved his mettle as a trainer also. This LCIP certified faculty served more than 25 All India District Governor-elect, Vice District Governor-elect training seminars, 10 Lions Club International Senior Lion Leadership Institutes, 30 regional leadership institutes, promoted Lions Club International assisted programs, titles Beyond Belief and Gold Underground, documentaries recognized as international film festivals. A leader who has conceived Lionism and runs through it even in the daily pursuits
and interactions is introduced to this respected audience with great delight and jubilation. The second Vice President of Lions Club International, the towering personality, always positive, Lion Aravinder Pal Singh. Thank you very much. Those very kind, very strong words. I'm not sure my office sent that to you because my office knows that's not true. But then in our organization, you know, we live and we survive by the principle that let's keep patting each other's back, let's keep each other happy. So thank you for those kind, generous words. Not many of them would apply to me. I wish my mother was here. She would have been happy to hear about those about me, you know. Thank you, Suresh. Thank you very much. Thank you for that introduction. But then there's a limit to which we need to subject our lions to the torture of listening to the introduction of any other lion. Before I start, let me tell you, I genuinely believe that in this organization, the most important office or the most important position is not that of anybody who occupies a position on the international board. Today, with God's grace, your support, friends, family, everybody's blessings, I do occupy this high office in this organization, but I also know that this office will be over in the next few years. There is one office which is the highest and which nobody can take away from me. Nobody. And that is an office or a title which you and I and all the 1.4 million members of our association share equally. And that is the most important title, and that title is Lion. You take pride in being addressed as Lion so-and-so. I take pride in being addressed as Lion so-and-so. That is our most genuine introduction. That is what we convey. That is what we project to the world when we wear this Lion's lapel pin. And we try to tell the world that our care and concern does not begin and end with our own biological families. It goes much beyond. Your district governor, I'm told, has already initiated a project reaching out to 500 individuals on a daily basis, but he's got programs and policies and dreams which are much higher, much bigger. Most Honorable District Governor Tony, present here with us, our past international director, a friend, philosopher, guide, Engineer Murugan. Your members of the district governor team, council chairperson, who's your own immediate past district governor. Visiting guests and leaders from the other districts, Amarnath, who's accompanied me and who's a great friend. And most importantly, lions of this great district 318D. First of all, let me thank you for everything that you do in your clubs, for the kind of service that you perform in your clubs, for the outreach through your service programs in your communities, for which we Lions are so well known and recognized in this world. While I was walking down the aisle, and that's the time I was just coming in, I was introduced to an individual. I do not know if he's still here. And they said, he's 92 years old, 50 years into Lionism. I said, why 92 years old? He's 92 years young. But 50 years into Lionism, some of you, my younger friends, you would not be 50 years of age. That gentleman's given 50 years of his life to this organization. It is because of individuals like him and individuals like him across the entire world that today we are so proud and we are so well recognized by the civic authorities, by everybody's as Lions for the kind of work that we do. District Governor Tony, when you were speaking in your mother tongue, and I did understand from your body language and the kind of words that you used, that you thought that I was not being able to understand and you shifted partially to English. I did understand that. You see, this is the beauty of our organization. Spread in 200 countries and different areas of the world, we have so many languages that are spoken by the Lions across the world.
Rather, in our organization, we have 14 official languages. Many more languages could be added in the future. The beauty of our organization is that when you are attending, say, an international event, say an international convention, and when we meet lions from different parts of the world, and somebody may be speaking Chinese, somebody Portuguese, somebody Spanish, somebody German, somebody, somebody Tamil or Malayalam, or any language of the world, still the members meet each other, shake hands with each other, and smile and click photographs and hug each other. You know why they do that? Because everyone wears a lion's lapel pin and everyone understands and appreciates that there is a connection between every lion, because every heart that beats there is of a good individual, a good human being who wants to make a positive impact in the world, and that's what binds them together. They don't even understand each other's language. Try to think of an example of a child who may be in Kerala, in the flood-affected areas of Kerala. You had some great floods that, were the worst floods of the century, and the Lions of Kerala stepped out to support them. We see your films when they are telecast, when they are shown even at the international conventions, even this year, about the kind of work that the Lions of Kerala did in providing them the homes and everything. Thank you for everything that you have been doing. Now the point is, think of a child in a flood-affected, in a worst flood-affected area of Kerala. Think of a child on that ground zero, on that 9/11 in New York. Think of a child in the streets of Somalia. Think of a child in the Middle Eastern parts of the, some Middle Eastern countries where children are used even to carry arms and for child labor in the worst manner. Think of those children. And every time the child is subjected to that pain, that anguish, that agony, a tear rolls down the cheeks of the child. When we look at the child, we do not need any words from that child. The tear tells the story. The chemistry of the human tear is the same. You do not need, I do not need, you do not need, we do not need any words to tell the story of that pain and anguish. Similarly, when somebody smiles, when Lions work in their programs and projects, and when we bring a smile to the lips of a child, and that child could also be in a refugee or in a makeshift camp in Kerala, or in an assistant providing space in New York, or in a child's home in Somalia, or in a child rescue centers in somewhere in the Middle East, and when the child smiles, once again we do not need any words. The smile tells the story. The smile and the tear both defy the language barrier. They do not have a language barrier. Across the languages they are understood. So this language of the heart and the language of the emotions of the human beings is most important. So my dear District Governor, Honorable District Governor Tony, when you were narrating the work of the Lions of District 318D, when you were narrating about what the Lions of 318D have been doing and what you plan to be doing with them for the rest of the year 23-24, even though I may not have understood those words grammatically as what you had said, but your emotions were understood, your feelings were understood. That is the language of Lionism. That is what binds us together. That is what brings us together. All of you, my friends here, should be very proud of your district governor. You should be proud of him. I just spoke very briefly. I had the good opportunity of spending a few minutes with the past district governors of this district. Very illustrious past district governors, some of whom I have known for a very long time, including the council chairperson, Sushma ji, was there. And when we spoke, we said that you need to be proud of your district governor, Tony, for the kind of trend that he has initiated in India, at least in India. I spoke to him even at Boston when we met there.
I said, District Governor Tony, by sending or by being able to collect through the lines of your district $75,000 on the 1st of July, and by remitting that money to the LCIF, you do not know what you have done. It is not $75,000 only. It is going to multiply. Because your story, your success story, we are going to narrate to the other district governors in the country. We started doing that. And having started doing that, we are already witnessing in the first month, there are at least 15 to 20 districts in the country where the district governors in the first 30 days have remitted more than $50,000 to the foundation. And that's because they believe if District Governor Tony can do it, even I can do it. So our organization runs on those success stories. Thank you very much for that leadership that you provided. But most importantly, to the Lions of District 318D, thank you very much for that support. Thank you for your contribution to the foundation. Now, in our association, we are now initiating a big challenge, a drive, a mission about which some of you may have heard, Mission 1.5. And when you have heard about that mission, some of you may believe, or many of you may believe, it's a mission about membership. Well, it is a count about membership, but it is not actually a mission about membership. We are a service club organization. It is essentially a mission about service. And let me explain to you how. Every kind of other activity can be done in our association at various levels. We can discuss, debate, deliberate, brainstorm, form teams, have experts working on it, analyze the experts, analyze the results. We can do all kinds of exercises at various levels, including the international board, the area level, constitutional area level committees, the council of governors, the district cabinets, all of that can be done. But service, we are a service club organization and we exist primarily to give service to our communities. Service is done only and only at one level, and that is the club level. Service is not done at any other level. If service has to be continued, if service has to be increased, if service has to be expanded, we need more Lions and we need more Lions clubs. Think of your own club. The kind of work that you are doing in your own club. If you are proud of your club, would you not like your club to be doing similar activities and much more activities like you would all like our club to be engaged with activities even 10 years later, 20 years later, 30 years later. We would all like it to be that way. But you and I know that we are human beings. We are a perishable commodity. We are here today and will be gone tomorrow. We are here for a limited time as human beings, and all of us are here on this planet, and all of us must leave this planet one day. So the process of replenishment, hello? Hello? Come here, stand here. It's okay. That's okay. No, that's fine. Okay. So all of us need to replenish. This pool of membership needs to be replenished. If you and I don't replenish it, what's going to happen to your and my club? If we stop adding members in your club and my club today, what will happen to your and my club in 10 years? It will subside. In 20 years, the club will die and it will be over. If you and I want that service to continue, if you and I want that service to be expanded, if you and I want that more areas to be impacted by service, more areas which are unserved that Lions should go and serve there, more fields of service must be explored by the Lions. If all of this has to be done, there is just no argument. We need more Lions and we need more Lions clubs. Mission 1.5 is about ensuring that we continue to add Lions and Lions clubs in our organization so that the good work of our organization continues. Mission 1.5 is just the first destination that we have set, that in the next 4 years we must get our organization to 1.5 million, which is currently 1.4 million.
Do you think this mission will end? I tell you, this mission will not end. This is just version 1. There will be a version 2, and there will be a version 3, and there will be a version 4. If we are proud of our organization, after we've reached 1.5, we'll start talking of 1.6. After we reached 1.6, we'll start talking of 1.7. After we've reached 1.7, we'll start talking of 1.8, and the story will go on. But the first destination that we have set is 1.5 million in 4 years. Your district is definitely all set to make its impact and its contribution. I'm told that there are a number of clubs that you've already chartered. I'm told the district governor has a target of 25 clubs. He almost got me shattering on my seat when he said that he's got a net growth target for the year of 1,500 members net growth in the district. And all of that will happen because you Lions will make it happen. A district governor can't do it alone. The district governor can inspire, can talk, can try to motivate, but it requires the entire block of Lions in the district to work close to all the clubs to respond to that challenge. And if that's got to be happening, I'm sure if this is the kind of response that the Lions of the world give, we will definitely get to that 1.5 million mark. And in fact, we may not even take 4 years. We may get there even before that. That is the kind of leadership, that's the kind of role model leadership that District 318D is going to give to the entire world. If you can achieve that target of 1,500 net growth, let me tell you, without even waiting for the end of the year, if you can, I'm saying if you do it, it's not only District Governor Tony, but your district will be recognized as one of the prime districts that must be followed and respected all over the world for the kind of results that you would have produced. My dear friends, in this, everybody has to contribute. I have requested your past district governors to lead by example, to start sponsoring members, to start working for creating new clubs. Every region chairperson, every zone chairperson, every district chairperson, every club president, every club secretary, every good Lion must understand and accept that it is the unwritten responsibility of a good Lion to bring in more Lions, to add to the membership of the organization. Please remember that this is a debt that we owe to our organization. Way back in 1984, somebody invited me. It's because somebody invited me and I accepted that invitation that I became a member of the association in 1984, that I am today where I am. Similarly, some years ago, somebody invited PID Murugan. Some years ago, somebody invited District Governor Tony. Some years ago, somebody invited Sushma ji. It's because that everybody got invited that we have progressed, we have loved this organization, we have worked in this organization. It is now a social debt or a debt to the organization that we owe, that we must also invite others. We must also work towards extending the clubs. If we don't do it, that is not discharge of our debt to our organization. It's very easy to say something is great, but if we do not propagate it, if we do not spread it, some great things are lost. In our own country, and I say it with pride in Kerala, because friends like Dr. Ramanathan will bear me out, Ayurveda is the great care and a wellness science of the world. It's a great science in the world. But in the last 800 to 1,000 years, somewhere people kept it so close to the heart and did not promote and propagate it around the world that Ayurveda became so restrained and constrained only in some parts of the world. Similarly, the language Sanskrit. Sanskrit is such a rich language, but that language was not promoted for the last 1,000 years, and it has become so constricted that today in India also there are very few individuals who really understand and speak Sanskrit. Something may be good, but if we do not promote it, if we do not carry forward, if we do not keep lighting that torch with the next generation, that good will remain in the books and the pages of history books only. It will not be the reality of life. That can happen to our organization also. We've got a success story of 105 years. We've really impacted lives in so many parts of the world.
We've changed communities in different parts of the world. The kind of work that you do and you see and you experience when you go out with a water project, when you go in for a vaccination project, when you go and give educational, scholarships, when you go and give books, when you go and give clothes, when you arrange for the surgeries, when you arrange for some heart surgeries, various kind of projects that you take up in your district, when you provide homes to the homeless. Do you see the faith that they may not say anything, they may not be able to say anything, but their emotions, their eyes, their tears, their body language says it all, that we are really transforming those lives. Despite that, all the good work that we have done, if we do not grow our organization, if we do not grow our clubs, that will remain history. And that is always a big danger. We need to make sure that we are marketing properly in today's world. We are reaching out to the communities. We are inviting the women. We are inviting the young adults in our club. We are inviting the next generation to whom we must hand over the baton. This is extremely important. This is the challenge that we must go on. When I talk of marketing, this year in India, we are going to be undertaking another initiative which is called the Give Conclave. This is a conclave which will be held in Mumbai at the Geo Center, the Geo Exhibition Center, which is India's topmost exhibition center in the country, on 27th and 28th of January. You and I have attended, most of us would have attended some kind of a trade fair. Trade fairs and trade exhibitions all over the world. Some of the biggest Cantonese trade fairs, the one that they have in Germany each year, and trade fairs keep on taking place all over the world. And businesses and professionals go and attend those trade fairs. Similarly, there are professional bodies, whether of the doctors or the chartered accountants or the company secretaries, they have their annual meetings, they have their seminars where everybody comes and discusses, shares knowledge. There is a meeting point where everybody assembles. It's a common marketplace where people of a certain interest assemble and discuss how they can carry forward with mutual benefit. Have you thought of a trade fair for philanthropic associations? Have you thought of a trade fair for service bodies, for service rendering entities? The Give Conclave is going to be a game changer, a trade fair in this country where we would have around close to 200 stalls that would be set up there, and the units and the booths that would be set up there. We believe 50% of that could be by the Lions, another 50% by the other organizations also who are engaged in service providing, as well as by the corporates and the corporate funders and the government agencies, where everybody who's into community service, into institutionalized community service, where the corporates want to support them, and the big projects are the right place where the corporates will be giving not donations, but investments. I have always maintained that when we go and ask for large amount of funds, we are not asking for donations, we are asking for investments, because we are building the infrastructure of this country for the future generations. We are making this country stronger. We are making that infrastructure more productive for the future generations. That's what we are doing. So 27th and 28th, about 10,000 individuals, at least from around the country, will congregate into the Give Conclave, which is the conclave of giving. It's the conclave of inspiring. It's the conclave of spreading value. It's the conclave of empathy, and that gives it the name Give. The Give Conclave, organized by Lions of India. We would like you to come and share your success stories. Your best projects could be projected there in some of the booths. You could go around and see what is happening in the rest of the country by the Lions and some even non-Lion organization. The corporates would be present there, and the large funders and the government entities would be present there. You could exchange words with them to find out what are the ways that we can partner, collaborate, learn from each other, and work forward in the future. That is exactly what happens in the trade fair. So the Lions leadership body in India, of which PID Murugan is serving as the secretary this year, has taken up this very important responsibility and the challenge to organize this trade fair. I'm not calling it a trade fair, it's called a Give Conclave,
but basically it is the Philanthropic Institutions Trade Fair. When they were looking for a name and they asked me, I said, whoever suggests the name, tell them we want a name which is basically for the philanthropy or the charity institutions of India Trade Fair. Now give it a good name, that's all right, but this is what this event is all about. We would like the Lions of your district to come to Mumbai on 27th and 28th. Entry fee is hardly anything, 750 rupees entry fee per day. For 2 days, 1000 rupee entry fee. But it will take your time to go there. It will also take expenses to go there and spend the 2 days there. But it will be worth it. This can become a very big changing our mindset, opening our mindset with ideas. Sometimes you may not realize, I don't know how many of you have realized, my friends, how many schools are run by the Lions in India? Any guess? How many schools are run by the Lions clubs in India? Any guess? More than 200 schools are run by the Lions clubs in India. How many dialysis centers are run by the Lions clubs in India? Even I did not realize till we took an official count. 60 plus dialysis centers are run by the Lions clubs in India. How many blood banks are run by the Lions clubs in India? More than 55. We've got a listing of 55 blood banks run by the Lions clubs in India. How many eye hospitals are run by the Lions in India? How many eye hospitals are run by the Lions in India? Any guess? More than 170 eye hospitals are run by the Lions in India. You see, we ourselves do not know about the kind of work that we are doing in this country year after year after year. We don't have to learn from somebody else. My friends in Kerala may be doing something which my home district, which comes from West Bengal, will learn from the friends in Kerala. My home district may be doing something from where you can get a good idea. We can share ideas. We can share those success stories. This Give Conclave is to learn from each other, to grow our service projects. So in a year when we are going to be working for Mission 1.5, we are also going to be working for increasing the impact of our service activities through the Give Conclave. So this is going to be a great opportunity for you, my friends. Please consider attending it. And of course, we will request the leadership of your district under District Governor Tony that he attends the same. Now I will start with the, a few messaging to groups of individuals who will be playing very important roles. The ACPs, the area chairpersons. Will all the area chairpersons please rise? All the area chairpersons please rise. Area chairpersons, I see a lot of women there. That's very good. And I didn't know that most of the area chairpersons were women. That's very, very encouraging because I have fought battles with your multiple district. There is history of my fighting battles with your multiple district leadership about 20 years ago about giving important roles to women. Time has turned the full tide, and I still remember Munnamma Kokkad was the first district governor that Kerala elected. And the day her elections were going on, I had nothing against the individual against whom she was contesting, but I still wanted her to win, even though it was not my district. I was sitting next to the phone till the phone call came in and said that she's through. Because we wanted this breakthrough. And look at the breakthrough. Today you have a first council chairperson in Sushma ji. You've covered a long distance. And those old stories are all forgotten. Now we'll look at them, we talk about them, and we'll laugh at them as to what happened. So you will be the area chairpersons, you will be working with the Lions, you will be expected to go and work with the Lions clubs. I have often said, and I just repeated it here, that Lions clubs is where Lionism really resides. The spirit of this organization resides in the Lions clubs. Is anybody recording my presentation live? I hope nobody's doing it, then I'll tell you something. Even if you're doing it, put it off. I'll tell you. Service takes place in a Lions club. Politics at the district level. Huge politics and confusion at the multiple district level. Chaos is what can result at the national level. And a much larger
much larger global caucuses can take place at the international level. But service takes place only at one level, and that's the club level. Only at one level, that's the club level. Now you can start the recording again if you want. The point is, the spirit resides in the clubs. Membership grows only in the clubs. Membership does not grow in a GAT seminar. Membership does not grow in a GLT training session or a training seminar. Membership does not grow in an installation program. Membership does not grow in a district conference. We can celebrate the success at all that level. We can discuss the strategies at all that level. But membership grows or membership drops. Both things happen only at the club level. Club level working is most important. In our organization, there are 50,000 clubs across the world. I believe that there is no leader in the world who can take care of 50,000 clubs. And there is no need to take care of 50,000 clubs. We need to take care of only two clubs. I promote a theory which is called a two-club theory. I will continue to promote it strongly even in the future years. A two-club theory. And the two-club theory says that out of the 50,000 clubs, only 2 clubs are important. Take care of 2 clubs, 49,998 clubs will be taken care of automatically. Now, how does that happen? The 2 clubs that are most important are your home club and my home club. Each one of you, you take care of your home club, I take care of my home club, everything is taken care of. Everything is taken care of. It is the prime responsibility of every cabinet member. There are around 400 plus cabinet members here. Of every cabinet member, no matter what position you occupy, cabinet secretary, cabinet treasurer, region chairman, zone chairman, core cabinet member, ACP, anything, coordinator, the first duty is take care of your home club. If your home club is not meeting regularly, if your home club's reports are not going out, if your home club is not growing, if your home club is not having good fellowship, if your home club is not having service programs, that has to be attended first. That has to be taken care of. Unless, I don't need water, don't worry. If you and I cannot take care of our home clubs, we cannot provide leadership otherwise. Home club is important. Every leader sitting here, look within your own home clubs. Is my home club minimum 20 members? Is my home club growing by at least 2 or 3 members each year? Are we having 12 good meetings? Are our members enjoying coming to those meetings? Are they loving that fellowship? Are we enjoying that service? These are the questions that need to be answered. If every cabinet member can take care of one's own home club, believe me, the goal which District Governor Tony is giving, the results will be much beyond that goal, much more than that goal. And that's the only way it can happen. You as the area chairpersons have to go into the clubs, to work with the clubs, carry the message of the Lions leadership from the district to the home clubs, carry back the message from the clubs to the Lions leadership. You will be that important medium of communication, motivation, inspiration, keeping that conversations alive with the Lions clubs. Will you do that? Raise your right hand and say, I will. Thank you very much. I would now call upon the zone chairpersons. I'm told there are 44 zone chairpersons. Will you please rise, zone chairpersons? Please rise wherever you are. Okay. Zone chairpersons are very important. You need to build relationship with the clubs. You need to know your clubs. You need to know the strength of your clubs. I'm not going to tell you your constitutional duties. They're available in the manual. They're available on the website. Go, click upon them and download it and read it. But a zone chairperson must know what is the culture of each club in your zone. Who are the important leaders in those clubs? Who are the influencers in those clubs? What are the expectations of the members in those clubs? What are the challenges those clubs are facing? What kind of support do those clubs require? Go and build the strong relationships with those clubs. Be with them as a good friend, not as somebody who wears a badge. It's not about a badge. The badge that you and I wear, the badge
that I usually try and avoid wearing badges, the name, the post badge. I do wear them when I'm in an international arena because everybody may not know me and somebody may hold me back at the gate. That's why I wear it. I generally do not wear them in India or in Isami or in places where I would expect people would know each other because I don't believe in those badges. This is not a world where we need to create an hierarchy. This is not an organization where somebody is above somebody and somebody is below. This is an organization where you and me, each of one of us, are not leaders in hierarchy. We are servant leaders. We lead at the bottom of the pyramid. We lead to create bonding. We lead to create those conversations and make the relationship stronger. We need to create that and have that empathy. We need to empower each other. We need to create that positivity in the environment so that our service can grow, our organization can become stronger. You are the zone chairpersons. Basically, you are the district governors of tomorrow. After completing your term as a zone chairperson, you would be qualified to be considered in future by your district membership as one of the vice governors and then become a district governor each year. This is a big step. This is a big responsibility. You need to work with the clubs. Don't talk to the clubs. Talk with the clubs. That's a big difference. Going in a meeting and from the head table talking to them is talking to the club. Talking to the leaders and the members before the meeting and after the meeting and on other days and giving them a call and building that relationship with them is talking with the club. Talk with the clubs. Let them build that trust and faith in you. Let them understand that the district administration is there to support them become better and stronger. That is the role that you have to play. Are you ready to play that role? Thank you. Please take your seat. And of course, you will have the targets for Mission 1.5 to make the membership grow. But once again, I'm requesting you, when we look for that growth in membership, it is not for numbers. It is for members. There's a difference between growth of numbers only and growth of real members. We are looking for growth of real members. Please keep that in mind. Region chairpersons, 22 region chairpersons, will you please rise? You've already gone through what a zone chairperson does. Now you are going to be working with a number of zone chairpersons with you. Please remember, a zone chairperson does not have clubs under him. A zone chairperson has clubs with him. You do not have zone chairpersons under you. You have zone chairpersons with you. You should consider it a pride and privilege to be able to work alongside with the zone chairpersons. We all work together. We all work, with that wonderful spirit that we are bound to trying to make this world slightly better than what we have inherited. We want to leave this world slightly better than what we inherited. That is what we owe to the future generations. You as region chairpersons, support those zone chairpersons. Advise the zone chairpersons. Also go to the clubs and talk with the clubs. Understand them, understand their expectations, and help them grow positively. That is the role that the region chairpersons would be expected to play. Are you ready to play that role? Thank you. Thank you very much. I would now call upon the core cabinet members. All core cabinet members may rise. Now this is, I'm telling you, your governors got you into a spot. Core cabinet means if everything goes right, he'll share the credit with you. And if everything doesn't go wrong, each one of you is to blame. Do you understand the game? You understand how the game is played? Anything goes wrong, it's because the core cabinet did not support very well. And he's already not got any women in here. I see only men. Maybe the future governors, the first vice governor, the second vice governors need to take a note of that. Always, and this is nothing to reflect on you, DG Tony. This is a message that I will continue to give. We need first-timers in the cabinet. People who've not been in the cabinet earlier. We need young adults in the cabinet who will bring freshness of thought and approach to the cabinet. We need women in the cabinet because women are important. They bring a different perspective. That's fine. You are core cabinet, you're going to be supporting the district governor.
You are going to supporting the district governor in every manner. You are like officers on special duty. You don't have a portfolio today, but whatever the requirement is, whatever the need is, he will be assigning duties and roles to you, and you will be taking up those roles and duties very seriously. But through the entire year, you will continue to take care of your home club. You will continue to promote all the programs of Lions Clubs International. You will continue to promote the priorities of the district under the leadership of District Governor Tony. You will work towards making the organization stronger. Will you do that? Thank you. Thank you. Please take your seat. I now call upon all the district coordinators and the district chairpersons to rise. I'm told there are 27 district coordinators, including the marketing coordinator, Lion Vishnu Nambutigal. Please rise. And the district chairpersons, I'm told 311 of them. The GAT teams, the GMT coordinator, G.A. Babu Divadasan, GLT coordinator, Edison Franz, GST coordinator, Suresh, my introducer, GET, Bichu Portuar, LCF coordinator, Prasant, and family and women coordinator, Vimala Ramkumar. Also, please rise. All of us, we have important roles. You have important positions been given to you. There are portfolios, if I may use the word portfolios, special assignments, special responsibilities being given to you. Some of you may believe that this is not a very important responsibility. There are some positions which are more important. GMT is more important, but district chairperson is not so important. The district governor has given me, it's okay. He's published my name in the directory, it's done. I don't have much to do. No, that is your thinking. I don't think that way. In our organization, every position is as important as we want to make it to be. If we want to make it a very important position, it will become an important position. If we don't want to make it an important position, it will stay an unimportant position, or even an important position can become unimportant. Let me give you an example. In our own country, when we adopted the constitution, we developed an office under the constitution of the country in 1950, the office of a chief election commissioner. Until around the mid-70s or the late 70s, early 80s, nobody knew the importance of the position of the chief election commissioner in this country. The constitution remained the same, the notifications remained the same, the rules of the government remained the same, but there came one chief election commissioner of the country. What was his name? Just imagine. Just imagine. All of you know his name. You won't know his predecessor's name. You don't know the name of the first chief election commissioner of the country, but all of you remember the name of T.N. Session. You know, he worked with the same constitution, same rules and same notifications, but he gave a new dimension to the role of the chief election commissioner of India. And ever since then, democracy in India has got a big boost because of the interpretation and the role which he interpreted and which was accepted by the country as the role of the chief election commissioner of India. Do you agree with that? The same happened in one of the Lions districts. One of the Lions districts in one of the districts in MD 317 now, which is Karnataka, which was part of MD 324. You were also part of MD 324 till some years ago. In one of those districts, the district installation program was going to start, where one of the past governors came and pressured the district governors, you have to include one more member as a district in the district cabinet. The governor was very exasperated. I've finalized everything. Why am I being pressured to accept one more person? He had nothing against the person, but he said, this is not good of the past governor coming and, pressurizing me. But he did not want to say no to the past governor. He said, okay, I'll take him in. So what position? When the directory was published, he published his name, District Chairperson, Public Toilets. Everybody laughed. He was trying to he actually made fun of that person. That person sat back. 2 months later, he called up the district governor. Sir, I want you to come to one of the events. What is the event? Sir, I am going to inaugurate a public toilet at a bus stand. You appointed me district chairperson, public toilets. I am going to inaugurate, with the Lions logo on it, and I would like you to come and inaugurate as the district governor a public toilet at a bus stand. He didn't know what to answer. He said, okay, I'll come. He went there. He found that he had constructed a public toilet there. It was very neat and clean. He had found some money, and that toilet was specially
for women, not even for men. There was some local press there. He cut the ribbon. He thought, okay, this bloke's, done something, but this is quite a stupid thing. As a district governor calling me to cut the ribbon, inaugurate a public toilet. This is not done. So he wasn't even very happy. But next day he realized that it was covered in the local press to some extent. About a month later, which also we are inaugurating. And the second toilet he goes to inaugurate, also for women. And this time he finds much more press and media there. Much more. He goes, inaugurates, there's a stage, there's a local MLA and MP has also joined. They all give the speech. The governor's happy to give a speech. He's cutting the ribbon, and next day morning it's very properly covered in the press. And the next month, and the next month, and the next month, and the next month, this district chairperson is inaugurating public toilets in the city of Bangalore for women. And his funder is the wife of one of the richest and the greatest entrepreneurs of the country. Who am I talking of? Exactly, Mrs. Narayana Murthy. His funder is Mrs. Narayana Murthy. It started there. Listen to the story. And what we see in the whole country today is pay and use toilets. The story started there about 20 years ago, when the first pay and use toilets were constructed in the city of Bangalore, and the first few of them were actually constructed through the activities of a Lions district chairperson. And by the end of the year, this activity had become the biggest brand of the Lions in that city. And when the district governor was giving awards, he presented the award of the Lion of the Year to this district chairperson, public toilets. So my dear friends, what I'm trying to tell you is, what is the name of your title makes nothing. District chairperson sweeping the floor is a very important job, title in this country. There is too much to be cleaned in the country, where the Prime Minister has to launch a Swachh Bharat Abhiyan. There's so much to be done, even sweeping the floor. It all depends on how we interpret and what we do with it. That is the issue. What T.N. Session could do, what this chairperson can do, if you and I want to make that impact, if you and I want to play that important role of a Lion leader, we can do it. It depends on you, what you will do with this opportunity that comes to you. Are you ready to accept this challenge? But before you accept this challenge, I would like a confirmation from all of you, because there are more than 300 of you standing here, that you will take care of your home clubs. You will make sure that there are new members being inducted in your home club, that your home club is engaging in service activities, that your home club is growing, that your home club is having at least 20 members, that your home club is having regular meetings, that your home club is reporting properly. Will you do that also? That is the spirit of Lionism. Thank you very much, and please take your seats. Please take your seats. I now call upon the Cabinet Secretary, Cabinet Treasurer, Deputy Cabinet Secretary, Deputy Cabinet Treasurer, Assistant Cabinet Secretary, Assistant Cabinet Treasurer, Deputy Assistant Cabinet Secretary, and by whatever other nomenclature known in this district. All of you please rise, because there are more Cabinet Secretaries by different titles in this district than in the state of Kerala. Okay. You are part of that core team. You rose that time. Okay, no problem. Welcome. So, all of you, you have to be with the district governor. You have to be like his shadow. You have to support. You have to make sure the administration runs. You have to make sure that the communication and the conversations go on. You have to maintain transparency. You have to be the live wire in this district. Will you do it? Yet you may not be seen. Don't try to be seen. I'm doing so much that I should be seen. You don't have to be seen. Actually, you cannot be seen. This bulb, this electricity, this air conditioning, this microphone, it's all working because electricity is flowing into each one of these instruments. Yes or no? Your home air conditioners work because electricity flows into the air conditioner. Yes or no? Your iron that you use for ironing your clothes, your hair dryers that you may be using, your electric shavers that you may be using,
and everything at home and the fans and the lights work because electricity flows into them. Yes or no? I'm asking you, who has seen electricity? Who has seen electricity? Electricity is not seen, but electricity drives. Leadership in our organization, if you essentially ask me, because I believe in servant leadership, leadership is not required to be seen. Leadership must drive. I have a dream which will take some years to come true. I've been speaking of it for last 15 years. Even in my district, it has not come true, so don't feel bad about it. I have a dream that in some district someday when this head table will be set up, there will not be people like me and the past directors and the past governors who are sitting here. There will be individuals who have contributed to the growth of the association in the far-flung clubs. That individual who's 92 years old with 50 years of Lionism, and next to him, a young man of 21 years old, just 3 months into Lionism, but has come up with a brilliant idea. And next to him, a woman who's perhaps just 2 years old in this organization, but has come up with a fantastic idea and initiative of getting more women into this organization. When this head table will consist of individuals who are driving the association, not of individuals of old haggards like me who wear a particular badge. That is a dream that I have for one day. I'm sure that dream will come true, because that working of that dream, going to the basics, really recognizing the lions who work us, that is important. But at this point of time, you needn't be seen, but be happy in yourself that you are driving the district through your communication, through your conversation, through your transparency, and through the support that you're giving to the district governor. Will you do that? Thank you. Thank you very much. I would now call upon the chief mentor, chief advisor. He's got a whole lot of people here. MD Ignatius and Advocate Surya Prabha. Chief mentor, chief advisor. Chief mentor, chief advisor. Now you guys decide what is a mentor going to do, what is an advisor going to do. So that you divide within yourself. But my request would be, give advice only when requested. Don't give unsolicited. You are an advocate by profession. You know that if you give advice when requested, you get paid for that. You give advice when not being requested, people say this person speaks too much, not good. So wait till he asks for the advice. As a mentor, help him grow. Lion Ignatius, help the district governor grow. Help give him the value of that experience that you have. Experience is very important, and help him grow. Thank you very much. Please, will you do that? But you'll also take care of your home clubs, huh? Yes, sir. Home clubs. Home clubs is the first. Past district governors, he hasn't put in here. I'm going to request. All past governors, please rise. Now, the issue is, when we drive a car, we look into the front view mirror and drive. Yes or no? There is also a back view mirror. Yes or no? There is a back view mirror. There are 2 mirrors on the sides also. We need those mirrors to be able to drive well, to be safe, to know exactly how far the car behind is, how far the car is on the left side and the right side. We use that. Yes or no? Right? You agree with it? But I think 99.5% of the time we are looking into the front view mirror. The rear view mirror is important. Without the rear view mirror, the safety would be gone. Without the side view mirrors, the safety would be much, much reduced. It would be highly compromised. But still, essentially 99.5%, where do we look? Into the front view mirror. The side ones are important, but it's only 0.5%. Now, the past governors, you are like the rear view mirrors. We belong, I am also a past governor in my district. We belong to the past. The district governor will use us to look into the past, what happened behind me, what's happening on the sides. He will seek that experience, but please do not push him to drive by looking into the rear view mirror or the side view mirror. Can you drive from here to Trivandrum by looking into the rear view mirror? You cannot. If you have to drive from here to Trivandrum, you have to be looking into the front view mirror. District Governor Tony is ready to drive by looking into the front view mirror. You have very important roles to play. You have roles to play of
giving him that guidance, supporting him in every way, taking care of your home club, extending new clubs, starting club branches, being a role model for the district lions of your district. That's the role that is required. Will you please do that? Thank you. Thank you. Please take your seat. And now the immediate past district governor. Immediate past district governor, now our council chairperson. First of all, please convey my thanks, my regards, and my best wishes to past international director Nandakumarji. I do understand his commitments in another district that he's not been able to meet here. He's a great friend, and I always have great respect for him. Please convey my feelings to him. As an immediate past district governor, you would be required to support the district governor. You should be happy when he carries on the success story even further. That is what each one of us wishes. Each year, a better year. Be supportive, share your ideas, share experiences. Work hand in hand and help the district governor achieve the goals that he's set for this year and the other district governors in the years to follow. Will you do that, Sushma-ji? Thank you. Thank you very much. And now the first vice governor and the second vice governor. Second vice governor, you will soon receive a letter from me where I'm going to ask for your commitment to extend at least one club. This is a challenge which I'm going to give to the second vice governors of the world. To extend one club at least when they're a second vice governor. One club at least when they're a first vice governor. I do not believe in this year business. I do not believe in my year business at all. If I believed in my year business, this membership drive would not have come today in this year. I don't believe in that. It's the year of the lions. You need to get prepared for that. The two vice governors, especially the first vice governor, and then the second vice governor, but equally important for two of you, more important for the first vice governor, little less, but next year it will become more important for him. There are 3 mantras that you need to recite every day. When you get up in the morning, before you get up from the bed and before you go to your washroom, before you say your prayers and before you have your bed tea, there is a mantra that you have to recite. Will you please write down what I say? Okay, you'll remember it. Your spouses will write it down for you and they'll remind you tomorrow morning. You'll get up, you'll close your eyes, you'll join your hands, you'll go into a state of meditation for just 15-20 seconds and you will say to yourself, I am not the district governor this year. Okay? That's mantra number 1. Then you do your work, whatever you got to do. Have your lunch, have your siesta, talk to your friends, talk to the lions, go to meetings, attend your business, whatever time you can find, or do all of it. By around 2 o'clock, the second mantra has to be recited. That also in a calm atmosphere. Nobody disturbing you. Even if you're driving, park the car on the side where there's total silence, roll up, air conditioning on. Again, close your eyes, go into little meditation, join your hands. The second mantra is, I am not the district governor this year. Done. And then at night, before you sleep, so that you don't get bad dreams. You only get good dreams. No bad dreams come to you. No bad, effect or evil influence comes on your mind. Because a lot of people would have spoken to you during the day. A lot of people would have spoken to you in the evenings when you meet them at the meetings. They might have given some thoughts and ideas. Those thoughts and ideas have to be cleansed. And you must sleep positively, sleep peacefully, sleep calmly, and rise up well the next day. So the third mantra, again, before you go to sleep, close your eyes, get into meditation, join your hands. And the third mantra is, I am not the district governor this year. 3 times a day you will repeat to yourself till the 1st of July next year. And you, till the 1st of July 2025, you will continue to repeat that you are not the district governor this year, because a team, the district governor is not superior to you. I am never saying that DG Tony is superior to you, but a team can have only one captain. The captain may not even be the best player. Sometimes the captain may not be playing the best innings or the best match. Sometimes the captain may not even be the best player. But the point is, if the team has to win the match, it can have only one line of command and it can have only one captain. And the captain of the team in District 318D this year is District Governor Tony. Are we clear on this? Are you ready to support this? And you will take care of your home club and many more other clubs. It's all about taking care of the home clubs.
You know, big events like this, 2,000 people came, they attended, good videos, good songs, good food, good fellowship, very important. I love them, I enjoy them, I promote them. But Lionism survives in the clubs. How good are my club meetings? How well attended are the club meetings of the clubs of the district? How many members are going to the club meetings? Not even all the meetings, maybe every third, fourth meeting at least. Are they participating at least in some service activity of the club? Are they sharing some ideas with the club? Are they contributing at least 3,000, 4,000, 5,000 rupees at least in a year for the service activities of the club? Those are the questions. Big events can sometimes create illusions. Big events are important. I'm telling you, I'm a big promoter of big events. We organized some forums at Kolkata. Amarnath was telling me he still remembers that forum. I mean, we are very proud of also what we did. That's all fine. We love those big events. But essentially, this organization survives in the clubs. So you, my vice governors, go to the clubs. Clubs, that is where this organization lives. The introducer, Suresh, you mentioned about Mahatma Gandhi. He is a star in the sky. People like me should not be compared to him. Never, never. But if you read the life of Mahatma Gandhi, to the villages of India, because he realized India lives in the villages. He wanted to understand that reality. He wanted to grow from the roots so that he could take the movement forward. He never superimposed himself from the top. There were other leaders in the Congress at that point of time who came in from the top with very brilliant ideas. They did not have those roots. Gandhi had spent more than 14 to 18 months traveling the villages of India to understand what the reality is. That was the difference. In our organization, there are no villages. We have clubs. We need to go to our clubs. As a vice governor, first vice governor, second vice governor, visit clubs as often as possible. That's the mantra for you. That's the fourth mantra. The first three I've told you. That's the fourth one. Raise your right hand and say, I will. Thank you. Thank you very much. District Governor Tony. Rise up, sir. No, I would request the Vice Governor also to stay standing. And Sushma ji also please stand. Kya karna? Chhut gaya. Leo and ladies I'm going to do later. Okay. Leo ladies. Okay. Just take your seat. I'm told by, just take your seats. We have the Leo team here. We have the Leo president is Swati Sukumaran, Secretary Advocate Abhijit Prakash, and the treasurer is Leo Dilna. Will you please all three of you rise? Leos are very important. I wish I could come into one of your Leo meetings and spend more time there. I love coming and speaking to Leos because that gives me more energy. Spending time with the young people really gives me energy. Learning from you people gives me real energy. Nowadays, whenever I go to the Leo meetings, my favorite question is, tell me, what can you teach me about AI? People like us need to learn about AI. If we are going to be left behind very badly, people of my generation, if we don't learn about them, you need to teach the lions of your district what this technological jump is all about, what this technological gap is all about. You believe in diversity, you believe in the global bondings, you believe in creating an impact, you believe in no timelines for working, you believe in flexible hours. Your generation, the generation in which these Leo leaders belong, is called the GOAT generation, G-O-A-T. And the GOAT stands for greatest of all time. It's the GOAT generation. Friends, please remember, this generation has never used a paper map. This generation has never used a rotary phone. This generation does not know what those long playing records and even what cassettes were. This generation does not understand what fixed hours of working is all about. This generation doesn't understand what being bound by geographical national boundaries, what sense does it make. This is a very different generation. Their definitions of life, their expectations are very different. As lions, we need to give them space. If there has to be some kind of learning that has to take place, definitely they will have a lot of learning from the lions. But actually, the amount that the lions have to learn from the Leos is perhaps more. According to me, it's perhaps more.
Reason? Future belongs to them. Chinese proverb, every today is a day that we borrowed from the future generation, and we must pay it back with full interest. But you as the Leo leaders must also build up more Leo clubs, must have more meetings, spend your time, don't go for fundraising and all. Share ideas, work with your Lions clubs, let the Lions clubs provide the funds, support them in the service activities, use those opportunities for leadership development, use networking. Today, no organization in the world will give you an opportunity to network with clubs in more than 100 countries. There are more than 100 countries that have Leo clubs. There are more than 200,000 Leo members across the entire world. There is no platform which will give you that kind of connectivity and networking. Lions Clubs International gives it to you. Use it, promote it with your Leos, and give proper leadership. Will you do that? Thank you. Are you a Leo Lion? Are you a Leo Lion? Promote Leo Lionism. Promote Leo Lions. Leo Lions are lions who have earlier been Leos but have converted into lions. You could still be a Leo and a lion, and you would be recognized as a Leo lion. I charge you with a responsibility today. Bethiye Ram Kumar ji. The Leo secretary is there at the back. Doesn't matter, he's listening. He'll listen. The Leo secretary, this generation doesn't believe in sitting in the front. They can sit anywhere and they can listen. They don't like this hierarchy business at all. He's from my club, sir. Thank you. The issue is I charge you and your friends with the responsibility of chartering at least one Leo Lion club in the district. You will receive a challenge from somebody who's serving at the international board as the Leo Lion liaison. That challenge you will receive within the next 10 to 15 days. That challenge is coming to every district's Leo leadership to charter at least one Leo Lion club in the year. Work towards that. I'm sure that you'll make it successful. Thank you very much. There is a ladies' circle here. Now, I really, something, and very good, contribution by, you don't have to rise, but I'll take their names. The president is Ronnie Paul, the secretary is Kochus Mani, and the treasurer is Celine James. That's fine, thank you very much. But I'm sure you're lions also. Aren't you lions also? Huh? You're also lions, but you also maintain a separate circle. So please clarify to me. This is a circle of women who are lions, but maintain a separate circle and elect a president, secretary, treasurer within themselves. Okay. If it is a circle of women who are also lions, that's absolutely fine. We don't want to create separate segment for women because today Lions clubs are open to men and women. But if the women in the district have a separate meetings place and you're calling it Women Lions Circle, that is all very fine. If you are all lions, I wish you all the best. Enjoy this movement, enjoy the association, and have a great time. Thank you very much. Now, district governor, immediate past district governor, first vice governor and second vice governor. Friends, your district governor, Tony, was installed by the internet that he is providing. He has support from the immediate past district governor, Sushma ji. He has support of all the past governors. He has assured support of both the vice governors. But does he have the support of the Lions of District 318D? Yes. Are you ready to support him? 100%? Will you try to do your best to answer to the calls for making the association stronger that District Governor Tony would be challenging you with? You'll all do it? Ladies and gentlemen, in the presence of my great friend, past international director, Engineer Murugan, here, sir, will you please hand over that gavel to him? Yes. We hand over, you hand over there. You hand over there. No, hand over there, sir. You hand over there, sir. Some people say this is a symbol of authority. This is not a symbol of authority. This is a legacy. This is a legacy of last so many years of the leadership of the past district governors. Use it as, very carefully. Use it with sincerity. Use it with a lot of respect for it. This represents the legacy of our association. This represents the history of our association. This represents the good name of our association. Use it most judiciously, and I trust you will. In your hands now is the leadership and is the future for this year, 23-24, for District 318D.
Great pleasure, my friends, spending time with you. Such a pleasure being able to speak to you. Thank you very much and have a great year. From the bottom of our heart, we 3180 together express our gratitude for your fruitful words. Thank you so much, sir. Thank you. Now the time for the acceptance speech of our vibrant Vice District Governors. We proudly invite the first Vice District Governor, James Paul Walapillaji, please. Respected presiding officer, our strong man with a noble heart, my brother Tony Enokaran and his beautiful spouse Stella Tony. Chief guest of the day, our installing officer, the powerful lion in the world, the best executor, real motivated speaker, ambassador goodwill winner, my inspiring second international vice president AP Singh, Kerala's pride, my visionary leader, Lion Council of India Secretary PID Fast International Director Engineer R. Murugan, our lovable multiple council chairperson Sushma Nandakumar, our dynamic Lions personality, the global leadership team coordinator Shaju Anthony Pathadan, my colleague, my dearest friend, second VDG engineer Jayakrishnan, and his lovely wife Radha, my fellow leader 318B District Governor Venkatachalam, PMCC, my elder brother Amarnath, the pillars of Lionism PDGs and their partners, District Cabinet Secretaries, District Cabinet Treasurers, Lion Circle and Leo leaders, Core Cabinet members, RC, ZC, my dear fellow Lions, good evening everybody. Good evening everybody. I am so thankful to God for giving me a golden opportunity to get duly installed my world's strongest and charismatic Lion leader, Lion AP Singh. I feel proud and honored. It is the biggest example of the great leadership and the strong vision. The last year, the great project, e-waste management, dump and donate, was successfully completed in India with the leader of AP Singh. I am sure that in the year which become the international president will be the most wonderful time of Lionism. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയാനുള്ള സ്നേഹത്തിൻ്റെ ആ കുതിപ്പിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം നിന്ന് നമുക്ക് പ്രവർത്തിക്കാം എന്ന് ഇന്ന് നമുക്ക് മനസ്സിൽ ഡി ജിക്ക് വാക്ക് കൊടുക്കണം. ലയനസത്തിൻ്റെ എല്ലാ മേഖലയും തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനിവേശം അങ്ങേയറ്റം നമ്മൾ പ്രശംസിക്കുന്നു. അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് AP സിംഗ് PDG ഫോറത്തിൽ മീറ്റിങ്ങിലും നിങ്ങളോടും പറഞ്ഞു, ഇന്ന് 75-76 MGF എന്ന് പറഞ്ഞത് അതും വെറും ഒരു 75-86 മെമ്പേഴ്സ് അല്ല. കാരണം അതൊരു സക്സസ് സ്റ്റോറിയാണ്. ഈ സക്സസ് സ്റ്റോറിയിലൂടെ അദ്ദേഹം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ ഗവർണർമാരുടെയും കയ്യിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു പ്രചോദനമായിട്ടാണ് ഈ സക്സസ് സ്റ്റോറി മാറാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി പറഞ്ഞ ശേഷം പിന്നെ AP സിംഗ് പിന്നെ നോക്കിയത് എൻ്റെയും ജയകൃഷ്ണൻ്റെയും മുഖത്തേക്കാണ്. കാരണം ഞങ്ങൾക്കാണല്ലോ ആദ്യം ആ മോട്ടിവേഷൻ ഉണ്ടാകേണ്ടത്.
അപ്പോൾ ഈ പ്രാവശ്യം 76 MJF ആണ് ആദ്യത്തെ ദിവസം കൊടുത്തെങ്കിൽ അടുത്ത പ്രാവശ്യം എന്നോട് അദ്ദേഹം പറയുന്നത് 100 കൊടുക്കണമെന്നാണ്. കാരണം സക്സസ് സ്റ്റോറി നമ്മളെ ഈ എംപവർമെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹായം അതിനും എനിക്ക് വേണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒരു പക്ഷേ ഇന്ന് വരെ അദ്ദേഹം ചെയ്ത ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമുക്കൊരൊക്കെ എല്ലാവർക്കും ഓരോ ക്ലബിലും നമുക്ക് ആ കൂട്ടായ്മയോടെ കൊണ്ടുപോകണമെന്ന നമ്മുടെ AP സിംഗ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും പറഞ്ഞ 2-3 വരികളെ ഞാനിവിടെ പറയുകയാണ്. നമുക്ക് അവരുടെ ചിരിയും അവരുടെ സങ്കടവും കാണാൻ പറ്റണം. ചിരിയും സങ്കടവും കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ലയൺസ് അംഗങ്ങളുടെ ഇടയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന ആ വലിയ വരി. എൻ്റെ അടുത്ത് ഞാൻ സെക്കൻഡ് VDG ക്ലാസ്സിന് പോയപ്പോൾ AP സിംഗിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷനിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: സാധാരണ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നത് വിത്ത് ബ്രെയിനാണ് നമ്മളെല്ലാവരും സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ലയൺസ് അംഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഹൃദയം കൂടിയും ചേർത്ത് വെക്കണം. അതാണ് ശരിയായ ലയനിസമെന്ന് അദ്ദേഹം ഇന്നും അത് റിപ്പീറ്റ് ചെയ്തു. നമുക്ക് ഹൃദയം കൊണ്ടുള്ള ലയനിസത്തെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സേവനങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം ചെയ്യാനായിട്ട് ഈ വർഷം ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എപ്പോഴും എന്നേക്കും എല്ലാ കൊല്ലവും അടുത്ത വർഷം വരാൻ പോകുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പറഞ്ഞുകൊണ്ട് ഒരു ഫസ്റ്റ് VDG എന്ന രൂപത്തിൽ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ക്ലബ്ബുകളിലത്തെ എല്ലാ കാര്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ്റെ ഒപ്പം വലതും ഇടതുമായിട്ട് ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ലയണിസം. താങ്ക് യു ജെയിംസ് ഫോർ പ്ലീസ്. Respected Chairman of the meeting, Lion Tony Anokaran, and his gracious spouse, Stella Tony, today's chief guest and installing officer, and our country's pride, Lion AP Singh, PID, Lion Engineer Murugan, my good friend Lion Amarji, and second vice district governor from another district, Lion Venkatachalam, dignitaries on the dais, of the dais, fellow lions. I am very much glad to you, before standing you here, the matter is not silly. I am the second vice district governor of 318 because of yours votes, support, and the great prayers from you all. Thank you very much from me and my family. Faith in action is love, and love in action is service. This is the great quote from Mother Teresa. Our great leader, International Second Vice President Lion AP Singh, and Mother Teresa, both from the same place, Calcutta. Lion AP Singh, a great orator. I love him very much because I will be the district governor on 2025. At that time, he will be the international president in World Lionism as on 2025. He is a great orator and very much ability to inspire others, and a huge commitment and passion with great charisma. And he is a man with great skill, which is the ability to read the room. ഞാൻ വേറൊന്നുമല്ല, ഓരോ സ്ഥലത്തും എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതികൃത്യമായി അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം. വി ആർ വിത്ത് 5 days. ഞങ്ങൾ ഓൾ ഇന്ത്യ സ്കൂളിങ്ങിൽ 5 ദിവസം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് ലീഡേഴ്സിനെ നമുക്കന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ലയനിസത്തോടുള്ള ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ലയനിസത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്
നമ്മളെല്ലാം അത് കണ്ട് പഠിക്കേണ്ടതാണ്. എ ഗ്രേറ്റ് ലിജൻഡ് ഇൻ ലയനിസം ഈസ് നൺ അതർ ദാൻ ലയൻ എ പി സിംഗ്. താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും ലയൻ എ പി സിംഗിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സപ്പോർട്ട് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ജെയിംസ് പോൾ വളപ്പില പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്നത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള ലയൻ ടോണി യാനോക്കാരനോട് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളതും നമ്മളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു വർഷമാക്കി മാറ്റാൻ 318 നിങ്ങളോട് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഏറ്റവും നല്ലൊരു ഇയറാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മിഷൻ 1.5 മെമ്പർഷിപ്പ് ഗ്രോത്ത് എന്നുള്ളതിലേക്ക് വി ആർ ചേഞ്ചിങ് ടു ബി ദ മെഷീനായി മാറിക്കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമുക്ക് ഇത്രയും നേരം നമ്മൾ കേട്ട വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒട്ടനവധി വാക്കുകൾ അതിൽ ഏറ്റവും നമുക്ക് വികാരതീതമായി തോന്നിയ ഒന്ന് ഇന്ത്യയിൽ മുഴുവൻ നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചും നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറെ കുറിച്ചും അദ്ദേഹം പറയും എന്നുള്ളത് 77 MJF കൊടുത്തതോടുകൂടി നമ്മുടെ ഡിസ്ട്രിക്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 മാറി എന്നുള്ളതിന് തർക്കമില്ല. ആ 318D വീണ്ടും എല്ലാ വർഷങ്ങളിലും തിളങ്ങി നിൽക്കാൻ നിങ്ങൾ ഏവരോടും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ ലയനിസം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനം പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ലയനിസം. താങ്ക് യു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ. പരോപദേശ പാണ്ഡിത്യം സർവേഷാം സുഖരന്ത്രണ. സ്വന്തം അറിവിലൂടെ പാണ്ഡിത്യത്തിലൂടെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ പാസ് ഇന്റർനാഷണൽ ഡയറക്ടർ ആൻഡ് LCA ഫേരിയ ലീഡർ കൂടിയായ എഞ്ചിനീയർ R മുരുകൻജിയെ ന്യൂ ക്ലബ് ഇനാഗുറേഷന് കൂടി. താങ്ക് യു. MC ആ ന്യൂ ക്ലബ്സിൻ്റെ ആൾക്കാരെ ഒന്ന് ഫ്രണ്ടിലോ സെക്കൻഡ് റോയിലോ ഒന്ന് വരാൻ പറഞ്ഞാൽ കൊള്ളായിരുന്നു. 3 ക്ലബ്സ് ഉണ്ട്. പറയാം സർ. ലയൺസ് ക്ലബ് ഓഫ് അട്ടപ്പാടി പ്രസിഡന്റ് റോബിൻസ്, സെക്രട്ടറി ജിജി ആൻഡ് ട്രഷറർ സന്തോഷ്. ആൻഡ് ലയൺസ് ക്ലബ് ഓഫ് ഒല്ലൂർ ടൗൺ ആൻഡ് ബൈജു PJ, മാഗ്നറ്റ് ജോണി ആൻഡ് അജിത് ആന്റണി, the president, secretary and treasurer. And Lions Club of Thrissur, Sri Vadakunathan Round, Lion Pradeep, and Lion CK Sunil, and Lion Shaju, the president, secretary and treasurer. Please be seated in first or second rows. Okay. My good friend, dynamic district governor Tony Enokaran, Lion Stella Tony, the first lady of the district, most respected International Vice President AP Singh, Vice Governors, past governors, fellow Lions, ladies and gentlemen, good evening to all of you. ഇന്ന് 2 മുഖ്യമായ വ്യക്തികൾ നമ്മുടെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ശ്രീ ആൻ്റണി EC, മറ്റൊന്ന് ശ്രീമതി ലില്ലി ആൻ്റണി. ടോണിയുടെ അച്ഛനും അമ്മയുമാണ്. നല്ല ഒരു കയ്യടി അവർക്ക് കൊടുക്കണം. ടോണിയുടെ ജീവിതത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ ആയിരിക്കുന്ന സമയത്ത് ക്യാബിനറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ. അത് കാണുവാൻ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളത് ടോണിക്ക് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരു 1-2 ആഴ്ചകൾക്ക് മുമ്പ് പല ടെലിവിഷൻ ചാനലിലും ഒരു പരസ്യം കണ്ടു കാണും, TV യിൽ കാണുകയാണല്ലോ. സോളാർ എനർജി കൊണ്ട് പവർ ജനറേഷൻ സാധ്യമല്ല എന്ന് ആൾക്കാർ പറഞ്ഞു. ഞങ്ങൾ സോളാർ ഉപയോഗിച്ച് ഏറ്റവും വലിയ പവർ ജനറേഷൻ പ്ലാന്റ് ഞങ്ങൾ സാധ്യമാക്കി കാണിച്ചു.
ഇന്ത്യ മഹാരാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ പോലത്തെ വലിയ തുറമുഖം നമുക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും വലിയ തുറമുഖം ഇന്ത്യയിൽ ചെയ്തു കാണിച്ചു. തടസ്സങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല, തടസ്സങ്ങൾ ഞങ്ങൾ വകവയ്ക്കാറില്ല. അദാനിയുടെ പരസ്യമാണ്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടു കാണും. ഒരു ലയണിസ്റ്റിക് ഇയർ തുടങ്ങുന്ന അന്ന് 5, 10, 15 MJF പോലും അയക്കാൻ സാധിക്കാത്ത പല, ഞാൻ ഉൾപ്പെടെ, ഞാനും ഗവർണറായിരുന്നു കുറേ കാലം മുമ്പ്, ഒരിക്കലും സാധിക്കാത്ത ഗവർണർമാർക്ക് ടോണി ഏണോക്കാരൻ 77 MJF പൈസ LCF അയച്ച് അത് സാധിക്കും എന്ന് അദ്ദേഹം സാധിച്ചു കാണും. ഇന്നത് 85 MJF ആയിട്ടുണ്ട്. ഇനിയും ആൾക്കാർ ചെക്കുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് കേൾക്കുന്നത്. വൈസ് പ്രസിഡൻ്റ് ഉള്ളതുകൊണ്ട് ചെക്കുമായിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ചെക്ക് നമ്മൾ പരിശോധിക്കും. ചെക്ക് ഓക്കെ ആണെങ്കിൽ അവരെയും നമ്മൾ ആദരിക്കും. നമ്മുടെ ആനുവൽ കൺവെൻഷൻ കഴിഞ്ഞ് വോട്ടിൻ്റെ എണ്ണമൊക്കെ എടുത്ത് വൈസ് ഗവർണർ ഡിക്ലെയർ ചെയ്യും. ഗവർണറും ഫസ്റ്റ് വൈസ് ഗവർണറും ഒക്കെ ഡിക്ലെയർ ചെയ്യുമല്ലോ, ഇലക്ഷനൊക്കെ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യും. സാധാരണ മിനി ഡയറക്ടറി കുറഞ്ഞത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഇത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പുതിയതായി എലക്ട് ചെയ്ത സെക്കൻഡ് വൈസ് ഗവർണറുടെ പടം വെച്ച് അതുപോലും പ്രിൻ്റ് ചെയ്ത് ഇറക്കിയ വലിയൊരു മഹാനാണ് നമ്മുടെ ടോണി ഏണോക്കാർ. ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ ഫുൾ ഡയറക്ടറി ഇന്നിവിടെ നിങ്ങൾക്കെല്ലാം തരാൻ പോകണു എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരു കോപ്പി കിട്ടുമായിരിക്കും. അതിനും ഒരു കയ്യടി ടോണിക്ക് കൊടുക്കണം. ഞാൻ ടോണിയെ ഒരു 10-15 കൊല്ലം മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. ടോണി അന്ന് സോൺ ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ ടോണി RC ആയി. ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രാവശ്യം കാണുകയും കണ്ടുമുട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ടോണിയെ മനസ്സിലാക്കിയതിൽ ഇത്രയും ഒരു കരുത്തുള്ള ഒരു എന്താ പറയുക സ്ട്രോങ് പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹം അതുപോലെയാണ്, ഫാമിലിയിലാണെങ്കിലും ശരിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് വില്ലാണ് ഇതെല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ കൈയടിച്ചപ്പോൾ ഈ 85 MJF വേണ്ടി നിങ്ങൾ കൈയടിക്കണം. അവരല്ലേ പൈസ കൊടുത്തത്. അതുപോലെ നിരവധി സർവീസ് പ്രോജക്ട്സാണ് ജൂലൈ 1 പിന്നെ റിലീവിങ് ഹങ്കർ ആയാലും എൻവയോൺമെൻ്റ് ആയാലും ഇതെല്ലാം അതൊക്കെ അങ്ങ് ഒരു നാമക്കേ വാസ്തയല്ല, അങ്ങ് ഫുൾ സ്വിങ്ങിലാണ് അദ്ദേഹം അതെല്ലാം ലോഞ്ച് ചെയ്തത്. ഒരു അത്ഭുത മനുഷ്യനാണ് എന്നുള്ള യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് വൈസ് പ്രസിഡന്റ് നമുക്കിവിടെ കിട്ടിയത്. സർ, ഓൺ ബിഹാഫ് ഓഫ് ദി എൻ്റയർ ലയൻസ് ഓഫ് ദിസ് ഡിസ്ട്രിക്റ്റ്, those who are present and those who are not present, let me thank you personally, our Vice President. Let me thank you for sparing your precious time in spite of your domestic inconveniences, because your presence has really motivated. That was one of the reasons for all these MJFs and all these things. Thank you, sir. My personal thanks to our Vice President. ഇന്നിവിടെ പുതിയ 3 ക്ലബ്ബുകളാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വൈസ് പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹം മൈക്ക് റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു 3 മിനിറ്റ്. സർവീസ് നടക്കുന്നത് ക്ലബ്ബ് തലത്തിലാണ്, ഗ്രൗണ്ട് സീറോയിലാണ് സർവീസ് നടക്കുന്നത്. ക്ലബ്ബാണ് നമ്മുടെ ഏറ്റവും മുഖ്യമായ ഘടകം. പിന്നെ ഉള്ളു സോണും റീജിയനും ക്യാബിനറ്റും മൾട്ടിപ്പിളും ഒക്കെ. അങ്ങനെ നമ്മുടെ ഈ സർവീസ് രംഗത്ത് ഇന്ന് 3 ക്ലബ്ബുകൾ കൂടി വന്നിരിക്കുകയാണ്. ആ ക്ലബിൻ്റെ ഞാൻ പേരുകൾ വിളിക്കും. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞു, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ലയൺസ് ക്ലബ്ബ് ഓഫ് അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോഴത്തേക്കും പിന്നെ കോശിയും എന്താ സിനിമയുടെ പേര്? അതെ. അപ്പോൾ ആ സിനിമയാണ് അവിടെയല്ലേ ഷൂട്ട് ചെയ്തത്, അട്ടപ്പാടിയല്ലേ? എത്രയോ അവാർഡുകൾ മേടിച്ച സിനിമ, അതാണ് ഓർമ്മ വന്നത്. പ്രസിഡന്റ് റോബിൻസ് ഒന്ന് നിൽക്കണം, ഇവിടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഉണ്ടല്ലേ, ഒന്ന് കൈവയ്ക്കാം. റോബിൻസ്, ജിജി, സന്തോഷ്, വെരി ഗുഡ്, അവിടെ നിന്നോളൂ. ലയൺസ് ക്ലബ്ബ് ഓഫ് ഒല്ലൂർ ടൗൺ ബൈജു,
മജിത്ത് ജോണി, അജിത്ത് ആൻ്റണി. ഓക്കെ. ലയൺസ് ക്ലബ് ഓഫ് തൃശ്ശൂർ ശ്രീ വൈകുണ്ഠനാഥൻ റൗണ്ട് അല്ലേ ക്ലബിൻ്റെ പേര്. ഓക്കെ. പ്രദീപ്, സി കെ സുനിൽ, ഷാജു. ഇതിൻ്റെ GET കോർഡിനേറ്റർ ബിജു പുറത്തൂർ. ഇവിടെ ഉണ്ടോ? ഓക്കെ. അവിടെ അടുത്ത് നിന്നാൽ മതി. ഓക്കെ. സമയം നമ്മൾ ഒരുപാട് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലബിൽ വേറൊരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടാവും, അവിടെ ഇൻസ്റ്റലേഷൻ ഉണ്ടാവും, ഓഫീസ് ബെയറേഴ്സിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നിങ്ങൾ ഈ 3 ക്ലബ്ബ് നമ്മുടെ ഈ 318D കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലബ്ബ് വഴിയുള്ള കുറേ മെമ്പേഴ്സ്, മിനിമം 20 പേര്, അതിൽ കൂടുതൽ നിങ്ങളുടെ മെമ്പേഴ്സ് കാണും. നിങ്ങൾക്കൊരു വലിയ ഒരു ക്യാൻവാസാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത്. സുഹൃത്ത് വലയം ഇഷ്ടംമാതിരി ആൾക്കാരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത്. വെങ്കടാചലം ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ വൈസ് ഗവർണറാണ് അദ്ദേഹം. പിന്നെ മാന്നാർ എന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ലിയോ, ഒരു ബോയും ഒരു സുഹൃത്തും കൂടി പഴനിയിൽ പോയി ഒരാവശ്യമായിട്ട്. പഴനിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കാറ് ഒരു ബൈക്കുമായിട്ട് ഇടിച്ചു. ഞാൻ വേഗം സ്റ്റോറി പറയാം. കുരിയാച്ചൻ എന്ന് പറയുന്ന ലയൺ മെമ്പറുടെ മോനാണ് പോയത്. ആക്സിഡൻ്റായി, പോലീസ് വന്നു. ഈ കാറും ഈ 2 കുട്ടികളും 22 വയസ്സങ്ങാണ്ട് പ്രായമുള്ളൂ. വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. ഒരു ഗ്രാമീണ അന്തരീക്ഷ ഒരു പോലീസ് സ്റ്റേഷൻ. കുരിയാച്ചൻ എന്നെ വിളിച്ചു, ഞാൻ മധുരയിലെ ഗവർണറെ വിളിച്ചു. 1 മണിക്കൂറിനുള്ളിൽ ആ ഗ്രാമത്തിൽ തന്നെ ഒരു ലയൺസ് ക്ലബ്ബുണ്ട്, നമുക്കറിയില്ലായിരുന്നു. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന അവിടെ ഒരു ലയൺസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബിലെ ആൾക്കാർ 3-4 പേര് പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്തു, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. ബൈക്കുകാരന് വേറെ കുഴപ്പമൊന്നുമില്ല, അവന് ഹോസ്പിറ്റലൈസ് ചെയ്തു. കാറും ഈ 2 ലിയോസിനെയും 1 മണിക്കൂറിനും അവിടെ നിന്ന് റിലീസ് ചെയ്തു. ലയൺസ് ക്ലബിൻ്റെ പവറാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗവർണർ ഉണ്ടെങ്കിൽ, ഗവർണർ വഴി കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ, ഗവർണർക്ക് ഡയറക്ടറി ഉണ്ട്, ഓൾ ഇന്ത്യ ഡയറക്ടറി ഉണ്ട്, വേൾഡ് ഡയറക്ടറി ഗവർണറുടെ കയ്യിലുണ്ട്. ആര് വേണമെങ്കിൽ ബന്ധപ്പെടാം. അതാണ് അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ഓരോ ബിസിനസ്സും പ്രൊഫഷനൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറാണ്, പിന്നെ സുരേഷ് വാര്യർ വേറൊരു പ്രൊഫഷനാണ്, വെങ്കടാചലം വേറൊരു പ്രൊഫഷനാണ്. അപ്പം പല പ്രൊഫഷണൽ ആൾക്കാർ ഒന്നിച്ച് ചേരുന്നതാണ് ഈ ഓർഗനൈസേഷൻ്റെ ബ്യൂട്ടി. മനസ്സിലായത്? അപ്പം നിങ്ങളുടെ ക്ലബ്ബ് നന്നായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. നിങ്ങൾ പിന്നെ എന്താ പറയുക, അതിനുള്ള ഡ്യൂസ് അടയ്ക്കണം, ഇൻ്റർനാഷണൽ ഡ്യൂസ് അടയ്ക്കണം, ഡിസ്ട്രിക്ട് ഡ്യൂസ് അടയ്ക്കണം, ക്ലബ്ബ് മീറ്റിങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. അത് നിയമാവലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. നിങ്ങളെല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ. Will you all promise that you will abide by the international constitution and bylaws and also the district constitution of 318D to run the club in the most appropriate manner? Will you say? Please say yes. Put your hands down. I have immense pleasure to declare that Lions Club of Attapadi, Lions Club of Ullu Town and Lions Club of Thrissur Sri Vadakkunathan Round have been inaugurated on this important day at the GET, Global Extension Team Coordinator. I also appreciate the sponsoring clubs which have sponsored these 3 clubs. Thank you very much. Wishing the new year 23-24 all the very best to Tony, James Valappila and Jayakishan. ഒരു ഉഗ്രൻ കണ്ണിടാതിരുന്നാൽ കൊള്ളാം. ഈ 3 പേരും ഒറ്റ വോയിസാണ്. ഡിജി ടീം കേട്ടോ. ഞാൻ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു വരിക, നന്നായിട്ടാണ് പോകുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഡിജി ടീം നന്നായിട്ട് പോകണം. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you, Muruganji. Now for the ladies, now I request the Lion Ladies Circle President, Ronnie Paul Maveli, for the acceptance speech. Respected chairman of this meeting, our beloved DG, Lion Tony Anokaran, our chief guest, Lion AP Singh, past international director, Lion Murugan, dignitaries on and off the dais, my dear fellow Lions. First of all, let me thank our beloved DG for giving me this opportunity to serve with you. നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് മെൻഷൻ ചെയ്ത പോലെ, വി മൺ ഓൾവേസ്
വാച്ച് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അതുപോലെ തന്നെയാണ് ഈ വർഷം ലേഡീസ് സർക്കിളും തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ക്ലബിലെയും ലേഡീസിനെ ലയണസത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ ലയണിസ്റ്റിക് സർവീസുകളിലേക്ക് മുൻപന്തിയിൽ കൊണ്ടുവരുവാനുമാണ് ലേഡീസ് സർക്കിൾ ഈ വർഷം തീരുമാനിച്ചിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ വർഷം ലേഡീസ് സർക്കിൾ പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്റ്റിനെ നല്ലൊരു വ്യത്യസ്തമായൊരു മുഖം, പുതിയൊരു മുഖം ലേഡീസ് സർക്കിളിൻ്റെ ഈ വർഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ലയണിസം. Thank you, Ronnie Paul. Now I invite Leo President Swathi Sukumaran for acceptance speech. A very warm good evening to one and all present here, the dignitaries on the dais, the much respectable gentlemen and the gorgeous ladies. A warm good evening. So myself Swathi, I am the Leo president for this Lionistic year, and I'm not going to say much because I believe that actions speak louder than words. And it's not just about me or any of the leaders sitting on the dais. It's about all of us, every single person who's a part of this Lionism. What I want to say is, if each one of us starts believing that whatever we do is going to make a difference, then we all are great leaders on our own. We don't need a title. A title is given to us. We don't need a title because it's our vision, our goal, and our actions that matter in the end. Also, I would like to mention one thing. My father always wanted me to see me in this position, to achieve more and to lead everyone. I hope he's proud of me from wherever he's watching me from. I hope he could get a chance to see me like this. But I will work hard to make him feel proud from wherever he is. So thank you for giving me this opportunity. Thank you, everyone. താങ്ക് യു സ്വാതി. ഈ സഫാരി ടി വിയിൽ ഒരു പ്രോഗ്രാമുണ്ട്, അതിൻ്റെ പേരാണ് ചരിത്രം എന്നിലൂടെ എന്ന്. ഇന്നിവിടെ ഒരു ചരിത്രത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. The time for the releasing of the district directory, I invite the past district governor and the chief mentor Abdi Ignatius for inaugurating the district directory, please. Namaste. Thank you. Presiding Officer, Lions Club International District 318D, നമ്മുടെയൊക്കെ ആരാധ്യനായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന, ചരിത്രങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ടോണി ഏനോക്കാരൻ, അതിലുപരി ഇൻ്റർനാഷണലിൽ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൻ AP സിംഗ് സാർ, അതിലുപരി നമ്മുടെ കേരളത്തിലെ ലയൻസിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് നമുക്കൊക്കെ എന്നും നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്ന പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ എഞ്ചിനീയർ R മുരുകൻ സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ലയൻസ് അംഗങ്ങളെ, 318D ജൂലൈ 1-ാം തീയതി മുതൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പുതിയ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് തന്നെ ചരിത്രം രണ്ടാമത്തെ തിരുത്തി എഴുതി. ആദ്യം തന്നെ നമ്മുടെ പ്രീ ക്യാബിനറ്റിന് കൺവെൻഷന് നമ്മുടെ മിനി ഡയറക്ടറി ഇറക്കി. രണ്ടാമത് ജൂലൈ 2-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് 75 MJFൻ്റെ ഫണ്ട് LCFിലേക്ക് അടച്ചു കഴിഞ്ഞു. മൂന്നാമത് ഇതാ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട്
ഇൻസ്റ്റലേഷൻ്റെ അന്ന് തന്നെ ഡിസ്ട്രിക്ട് ഡയറക്ടറി ഇറക്കുന്നു. ഇത് പറയുന്നത് ഒരു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് സാധിക്കാത്ത, ഞങ്ങൾക്ക് കഴിയാത്ത ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ലൈൻ ടോണി ഏനോക്കാരൻ. നമ്മൾ എന്തൊരു പ്രൊജക്റ്റും എന്തൊരു പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, മറ്റൊരു വ്യക്തി ചെയ്യുന്നുവെങ്കിൽ അതിനെ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യണം, അതിനെ നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കണം, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം. നമ്മൾ ഇതിനാണ് നമ്മുടെ ഓരോ ലയൺസ് അംഗങ്ങളും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു അത്ഭുതം കൂടി ഇവിടെ സൃഷ്ടിച്ചു. ഞങ്ങളുടെ PDG ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ AP സിംഗ് സാറിനോട് ഡിസ്ട്രിക്ട് ഗവർണർ വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. 1500 പുതിയ മെമ്പർമാർ, 25 പുതിയ ക്ലബ്ബുകൾ. ഇതൊക്കെ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ? എന്താ മിണ്ടാത്താരും? ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട RC ZC കോർ ക്യാബിനറ്റ് അംഗങ്ങൾ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, നമ്മളൊക്കെ ഒരു 2 മെമ്പർമാരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നാലേ ഡിസ്ട്രിക്ട് ഗവർണറുടെ അടുത്തൊരു ആഗ്രഹം പൂവണിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ 25 ക്ലബ്ബുകളും. ഇത് രണ്ടും കൂടി അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമാണ് കേട്ടോ. ആ വലിയ സ്വപ്നം പൂവണിയിക്കേണ്ട ചുമതല നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന. നീട്ടുന്നില്ല. മൂന്നാമത്തെ അത്ഭുതത്തിന് ഇവിടെ തിരികൊളുത്തുകയാണ്. ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്വപ്നമായ ഡിസ്ട്രിക്ട് ഡയറക്ടറി ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ചടങ്ങിലേക്ക് ഞാൻ കടക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം ഈ വർഷം. ഇനിയുള്ള വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങൾ നോക്കേണ്ട, ഇനിയുള്ള ബാക്കിലേക്ക് നമ്മൾ ഒരു വ്യക്തിയും തിരിഞ്ഞു നോക്കേണ്ട, മുന്നിലേക്ക് നമ്മുടെ യാത്ര, നമ്മുടെ ലൈനിസത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. താങ്ക് യു. ജയ് ലൈനിസം, ജയ് ഹിന്ദ്. ഡിസ്ട്രിക്ട് ഡയറക്ടറി റിലീസ് ചെയ്യുമ്പോൾ അത് ഏറ്റുവാങ്ങാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് PMCC ലൈൻ അമർനാഥനെ ഞാൻ ക്ഷണിക്കുക. ഈ ഒരു വർഷം കാലങ്ങളായിട്ട് ഒരു സ്നേഹബന്ധം തുടരുന്നുണ്ടെങ്കിലും കൂടി ഈ വർഷം നമ്മുടെ ചീഫ് ഗസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ഒട്ടനവധി പ്രാവശ്യം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം AP സിംഗിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നെ സഹായിച്ചത് നമ്മുടെ അമർനാഥാണ്. അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കുക. ഹലോ, നമ്മളെല്ലാ മെമ്പേഴ്സും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കവർ പേജ് മാത്രമല്ല കേട്ടാ, ചരിത്രമാണ്. ഉൾപേജൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടോ, ഇത് കവർ പേജ് മാത്രമല്ല. ഇനാഗ്രേഷൻ ഫുൾ ഡയറക്ടറി അടിച്ചിരിക്കുകയാണ് അദ്ദേഹം. കണ്ടോ, ഇതാണ് ചരിത്രം. വെങ്കടി സാർ പ്ലീസ്. ഞാൻ ഈ ഡയറക്ടറി റിലീസ് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷനും കൂടിയാണ്. കാരണം മിനി ഡയറക്ടറി നമ്മൾ ചെയ്തത് റിലീസല്ല, റിലീസോട് ചേർന്ന് തന്നെ ഡിസ്ട്രിബ്യൂഷനും കൂടി നടത്തിയത്. ഇന്നും അത് തന്നെ ചെയ്യുന്നത്, ഒരു റിലീസ് മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും ഡയറക്ടറിൽ നിന്ന് തരാനായിട്ട് സാധിക്കില്ല. കാരണം ഡയറക്ടർ ഇല്ലാണ്ടല്ല, ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിലിരിക്കണം, എല്ലാവർക്കും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്താലേ നമ്മുടെ മീറ്റിംഗ് അലങ്കോലം. അതുകൊണ്ടാണ് ഒരു 1 വീക്കിനുള്ളിൽ എല്ലാവർക്കും എത്തിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്യാം. ഇതിനു വേണ്ടി ഏറ്റവും മുൻപന്തിൽ നിന്ന് പ്രവർത്തിച്ച എഡിറ്ററെ നമുക്കൊന്ന് ആദരിക്കണ്ടേ? ലൈൻ മുരളീധരൻ, എഡിറ്റർ ബോർഡിലുള്ള എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരാണ്. അവരെ നമ്മുടെ ഫസ്റ്റ് ക്യാബിനറ്റ് നെക്സ്റ്റ് സൺഡേ ഓഗസ്റ്റ് 6-ാം തീയതി നമ്മൾ അവരെ ആദരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ പിന്നെ ഈ വർഷത്തെ അദ്ദേഹത്തിനെ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുകയാണ്.
എഫ് ലിസ്റ്റ് വിളിക്കണം. വിഷ്ണു നമ്പൂതിരി. Okay. A person has ever honored for what he received. Honor has been the reward for what he gave. ഒരാൾ ലോക സേവനത്തിനായി നൽകുന്ന ഇതാണ് ഓരോ MJFകളും. നാം അവരെ ആദരിക്കുകയാണ്. The PMJF number 1 Lions Stella Tony Lions Club of Thrissur North. Number 2 Lion Prashant Menon MJF Lions Club of Mannuthi Agri City. Lion Shankar Narayanan T Lions Club of Ullu. Lion Padmanabhan CS Lions Club of Thrissur Shaktan Thampuran. Lion Muralidharan PM Lions Club of Thrissur North. Lion Giant TK Lions Club of Cherupalasheri Isainas. Lion Shashi CS Lions Club of Thrissur North. Number 8 Lion Unni Vadakancheri Lions Club of Vadakancheri. Number 9 Lion Sadasivan Lions Club of Pattambi. Lion Sajid Thomas Lions Club of Number 11 Lion Suresh K Warrior Lions Club of Thrissur City. Number 12 Lion Sukumaran TV Lions Club of Thrissur City. Number 13 Lion Muhammad Nias Lions Club of Parapanangadi. Lion Shaju Thomas number 14 Lions Club of Vandu. Nias 2 yellow collar PMs 3rd PMJF.
Number 14, Lion Shaju Thomas, Lions Club of Vandu. Number 15, Lion Edison France, Lions Club of Trichur North. Number 16, Lion Ajit Kumar Ambadi, Lions Club of Trichur Vadakunathan. Number 17, Lion Anil Kumar KM, Lions Club of Kottakkal, Herbal City. Number 18, Lion K. Vijayan, Lions Club of Kottakkal, Herbal City. Number 19, Lion Nazir N.A., Lions Club of Vadakancheri. Number 20, Lion Baiju K. Watoli, Lions Club of Kuttikad. Number 21, Lion Babu Divagaran, Lions Club of Manjeri. Congratulations all the PMJFs. ഒരു നിറഞ്ഞ കയ്യടി തന്നെ കൊടുക്കാം PMJF എടുത്ത എല്ലാവർക്കും. Now the time for the MJF. Number 1, Stella Tony, Lions Club of Thrissur North. Number 2, Lion Sriraj P, Lions Club of Naduvattu. Please get ready. Number 3, Rajesh, Lions Club of Puvathusheri. Number 4, Lion Sheikh Muhammad Ali, Lions Club of Chittor. Number 5, Lion Mercy Anthony, Lions Club of Thrissur Nirmadalam. Number 6, Lion Girish Kumar, Lions Club of Thrissur Shakhan Tampuran. Number 7, Lion Prince K. Thomas, Lions Club of Vadakancheri. Number 8, Lion Jason CD, Lions Club of Thrissur North.
Lion Nazir Amme, Lions Club of Kodungallu, number 9. Number 10, Lion Geeta Ashokan, Lions Club of Thiruvillamala. Number 11, Shaila Krishnakumar, Lions Club of Walayar Wali. Number 12, Lion Ansar Ahmad, Lions Club of Parapanangadi. Number 13, Lion Ramesh Kuriyat, Lions Club of Mullurkara. Number 14, Lion Prasanna Kumar, Lions Club of Perinjanam. Lion Egg Nagarajan, number 15, Lions Club of Thrissur North. Lion Prasad K. Abraham, Lions Club of Walayar Wali. Lion Shaju TL, Lions Club of Amalanagar. Lion Pradeep KV, Lions Club of Thrissur, Vadakanathan. Lion Flower Johnny, Lions Club of Mundur. Lion KV Devadas, Lions Club of Thrissur, Shaktan Tapuran. Lion Krishna Kumar MP 21, Lions Club of Thrissur Central. Number 22, Lion Babu Peter, Lions Club of Vadakancheri, Malabar. Number 23, Lion T. Murugan, Lions Club of Thrissur North. Number 24, Lion Gopi Chakanath, Lions Club of Chelagara. Gopi Chakunath. Number 25, Lion Shaina Satyajit, Lions Club of Kottakkal, Herbal City. Lion Manoj Thotathil, Lions Club of Chelagara, number 26. Number 27, Lion KL Yohanan, Lions Club of Chittisheri.
Land Engineer M.V. Rajan, Lions Club of Thrissur North. Land Jerry Thomas, Lions Club of Vadakancheri. Land Vijay Kumar P.K., Lions Club of Kudalmannam. Land P.K. Satyan, Lions Club of Thrissur North. Lion Vinay Chandran, Lions Club of Kalikava. Lion Gilbert S. Paramel, Lions Club of Kunnangulam. Number 34, Lion Benny Neelangavi, Lions Club of Thrissur North. Number 35, Lion Bijoy C. Anthony, Lions Club of Amalanagar. Lion Advocate Suresh A.K., Lions Club of Malappuram Uphill. Lion Ajit KP, number 37, Lions Club of Manjeri Town. Number 38, Lion Dr. Anup N.A., Lions Club of Cherugavu. Lion 39, Lion Toby John, Lions Club of Vadakancheri. Lion 940, Lion Shani Shiji, Lions Club of Esenpuram. Number 40, Lion Shani Sajin, Lions Club of Esenpuram. Number 41, Lion Krishna Kumar Kondat, Lions Club of Cheruplaseri. Renaissance. Number 42, Lion Vinod, Lions Club of Patambi. Lion Biju M. Matthew, Lions Club of Elanad, number 43. Lion 43, Biju M. Matthew, Lions Club of Elanad. 44, Lion Bijoy Paul, Lions Club of Iringalakuda. .45, Lions Times,
James T. Ancheri, Lions Club of Kuriyachara. Number 46, Lion Madhavan A.G., Lions Club of Palakkad, Chandranagar. Lion 48, Lion Thomas John, Lions Club of Thiruvillamala. 49, Lion M.A. James, Lions Club of Mala. Number 50, Lion Sinoy Sukumaran, Lions Club of Thiruvillamala. Lion 51, Lion Ani Verghese, Lions Club of Chelakara. Number 52, Lion C.A. Shankarankutti, Lions Club of Vadakancheri. Lion number 53, Lion Narayan M, Lions Club of Calicut University. Number 54, Lion Dr. Baby Francis, Lions Club of Tripurayar. Number 55, Lion Joshi Mulukara, Lions Club of Alagappa Nagar. Number 56, Lion Shibu Verghese, Lions Club of Pananjeri. Number 57, Lion George Verghese, Lions Club of Pananjeri. Number 58, Lion Om Prakash, Lions Club of Kudalmannam. Lion Wilson TV, Lions Club of Mundur. Number 16, Lion Dr. P.R. Narayanan, Lions Club of Vadakancheri. Please get ready.
Lion Dr. Dilip BN, number 61, Lions Club of Talikulam. Number 62, Lion Ramachandraniya, Lions Club of Valapad Shining Star. Number 63, Lion Paul Vazhakala, Lions Club of Ullur. '64, Lion Sabu George, Lions Club of Puvathuseri. Number 65, Lion Babu TR, Lions Club of Palakkad, Fort Town. Also request Lion Toby John, Lions Club of Vadakancheri. ഹലോ, പിന്നെ ഏത് പിന്നെ സാർ പിന്നെ ഞാൻ കൊണ്ടുവരാം. മറ്റേ ഒരു മിനിറ്റ്, ഇത് കഴിഞ്ഞോട്ടെ. ഹലോ, അതെ, നമുക്ക് ഇന്ന് ചെക്ക് തന്നുണ്ടോ? എവിടെ ചെക്ക് വരട്ടെ. അതെ, ഇന്ന് ചെക്ക് ആരെങ്കിലും MJF കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് കയറി വരാട്ടാ. ഫുൾ എമൗണ്ട് 82,000 ചെക്ക് ഉള്ളവർക്ക് ഇങ്ങോട്ട് കയറി വരാ. തേർഡ് MJF. നമുക്കറിയാം, ഈ പ്രായാധിക്യത്തിലും തൻ്റെ മകൻ ഡിസ്ട്രിക്ട് ഗവർണർ ആകുന്ന ആ സുവർണ നിമിഷം ആസ്വദിക്കാനെത്തിയ, ഒരുപക്ഷെ മുകളിലേക്ക് കയറാനുള്ള ശാരീരിക ബുദ്ധിമുട്ട് പോലും നിലനിൽക്കെ ഇന്ന് ഈ പരിപാടിക്ക് എത്തിയ ആ അച്ഛനും അമ്മയ്ക്കും നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം. കാരണം അവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ആന്റണി
മാളിയേക്കൽ. അദ്ദേഹം ഇന്നും ലയണിസത്തിൽ സജീവത നിലനിർത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കൂടി ആദരിച്ചിരുന്നു. അതുപോലെ ഇന്നത്തെ പുതിയ MJFന്റെ ചെക്ക് കൊണ്ടുവന്നവരെയും കൂടി ഇവിടെ ആദരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ടോണിയുടെ അച്ഛനും അമ്മയും വേദിയിൽ ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടികളോട് കൂടി തന്നെ നമുക്കവരെ ആദരിക്കാം. സാന്നിധ്യം കൊണ്ട് തൻ്റെ മകന്റെ ഈ ഇൻസ്റ്റലേഷൻ സെറമണി പരിപൂർണമാക്കി തന്ന അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഡിസ്ട്രിക്ട് 318യുടെ പേരിലും സമർപ്പിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, ഒരു ഐഫോൺ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ഐഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ കൺവീനറായിട്ട് പ്രവർത്തിച്ച ലൈൻ ബെന്നി നീലങ്കാവിൽ ഓണറിങ് കഴിയണേട്ടാ. ഇനി MJFന്റെ ചെക്ക് എവിടെയിലുണ്ടാ? അട്ടപ്പാടി ക്ലബിന് പിന്നെടുക്കാൻ പോയിട്ടുണ്ട്. പോരും അട്ടപ്പാടി ക്ലബ് വരെ പോയാ? തോമസ് സാറിന് കിട്ടിയിട്ടില്ല? കിട്ടിയ ഫ്ലാഗ് കിട്ടിയ? ഒരു പ്രത്യേക അറിയിപ്പ്, PMJF സർട്ടിഫിക്കറ്റ് ലയൺ അജിത് അമ്പാടി. അതാർക്കെങ്കിലും മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. PMJF സർട്ടിഫിക്കറ്റ് ഓഫ് ലയൺ അജിത് അമ്പാടി.
അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇന്റർനാഷണൽ സെക്കൻഡ് വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ MJF നൽകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചെക്കുമായിട്ട് വേദിയിലേക്ക് എത്താവുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി. Congratulations, Lions Club of Thanikudam Manoj Pushkaran, and MJF, Lion Daisy Anthony, Lions Club of Coast. ഈ MJSന്റെ ബോക്സ് ഒരു 53 ആരോ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയാൽ അതിൽ നാരായണനെ ഏൽപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും അതിനകത്ത് തന്നെ ഉള്ളതായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. മനോജ് പുഷ്കർ അതന്നെയാണ് പറഞ്ഞത്. ഹലോ, നമുക്കത് ഇപ്പോൾ നമുക്ക് ചെക്ക് തന്ന രണ്ടുപേര്, ഒന്ന് ഡോക്ടർ ആൻ്റണി ജെ മാളിയേക്കല്, ഒന്ന് മനോജ് പുഷ്കർ, ഡോക്ടർ മനോജ് പുഷ്കർ, താണിക്കുടം ക്ലബ്ബ്. It's
the time to express our love and affection to our chief guest. We presenting memento to our chief guest, Lion AP Singh PMJF, our international second vice president. We hand over our memento. നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഒരു സ്നേഹ സമ്മാനം നമ്മുടെ ഇന്റർനാഷണൽ സെക്കൻഡ് വൈസ് പ്രസിഡന്റിന് നൽകുകയാണ്. We request our second vice president international to receive our love and affection from the district 3180. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദ പ്രൈഡ് ഓഫ് കേരള ലൈൻ മുരുകൻജിക്കുള്ള ഒരു സ്നേഹ സമ്മാനം കൂടി നൽകുന്നതിനായി ഡിസ്ട്രിക്ട് ഗവർണറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വീകരിക്കുന്നതിനായി നമ്മുടെ ശ്രീ മുരുകൻജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ 2023-24 ചടങ്ങിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ലയൺ ജെയ്സൺ ഡിസ്ട്രിക്ട് ട്രഷറർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. The presiding officer of the most delivered District Governor Lion Tony Anakoran PNJF and his beloved wife Lion Stella Tony PMJF. Chief guest of the day, most honorable international second vice president Lion Amardabal Singh PMJF, guest of honor, most respected international past director, area leader of LCIF and secretary Lions Council of India Lion Murugan PNJF, PID Lion VP Nandakumar PMJF and IPDG and MCC Lion Sushma Nandakumar PMJF, VDGs, PDGs, other dignitaries, on and off the dais, Lion leaders, fellow Lions, Lioness, Leos and friends, good evening. I am pleased to be here on behalf of our organizing committee to convey gratitude to all of you who have made this cabinet installation ceremony a grand success. Yes, it has truly become a memorable day in the history of 318D. First of all, let me express our sincere thanks to our beloved District Governor, Lion Tony Anakoran PMJF, for leading the entire ceremony as a celebration and made it a historic achievement with his committed efforts in togetherness. Thank you, DG. Special thanks to his spouse, Lion Stella Tony PMJF, for her graceful presence. Having our international second vice president in this ceremony is blessing to us. Though he is extremely hectic, he gave his consent to be the chief guest of the day. It shows his humbleness and greatness. On behalf of 318D, I extend our boundless gratitude to you for your august presence and inspiring words. The noble presence of our guest of honor, PID, area leader of LCIF, Secretary Lions Council of India, Lion Engineer Murugan, added luster to this grand ceremony. Sir, from the bottom of our heart, we extend our sincere thanks to you. Happily and sincerely, we extend our gratitude to PIDs, MCC, VDGs, PDGs, and other dignitaries on the dais for their glorious presence. Thank you, Cabinet Secretaries, core Cabinet members, district coordinators, district leaders, chief persons, conveners, joint conveners, members of different committees for your unstinted support. Thank you, RCs, ZCs, area leaders, PSTs, and all other Lions, Lioness, Leos, invited guests,
and friends for making this event a colorful one. A special thanks to our General Convener, Mr. Benindil, owner of Kerala Sounds, who provided the wonderful sound system to make this event a colorful one. LED wall is installed by Mr. Majet, and a delicious food is arranged by Kerala Events. We, from our, on behalf of organizing committee, we thank all of you. Thank you, sir. Once again, thank you all. Master of Ceremony, Vishnu Charlotte, please come. Or honoring. Sunil also. Thank you. Please rise for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे Over to Dias. (2023-2024) 318 District Cabinet Installation Ceremony closed. And follow dinner and fellowship. ഈ പ്രോഗ്രാമിന് ശേഷം ലയൺസിന്റെ കലാകാരന്മാർ ഒത്തുചേരുന്ന സംഗീത നിശ്ചയം ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ കോർഡിനേറ്റർ തോമസ് ജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഡിസ്ട്രിക്ട് 318D ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള പ്രൗഢഗംഭീരമായ ഇൻസ്റ്റലേഷൻ സെറിമണി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ തന്നെ പ്രിയപ്പെട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളിലൂടെ അരങ്ങേറുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഭക്ഷണം കഴിച്ചവർ എത്രയും പെട്ടെന്ന് ഈ ഹാളിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 2 ഡൈനിങ് ഹാളിലും സ്ക്രീൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സിംഗേഴ്സിനെയും മറ്റ് കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന്
വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഒരു സോങ്ങാണ്, അത് പാടുന്നത് മറ്റാരുമല്ല, ഈ ഇൻസ്റ്റലേഷൻ സെറിമണി ഏറ്റവും ഭംഗിയായി നടത്താനായിട്ട് പരിശ്രമിച്ച, അതിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ കൺവീനർ ലയൺ ബെന്നി നീലങ്കാവിൽ, കേരള സൗണ്ടിൻ്റെ പ്രൊപ്പറേറ്റർ, നിരവധി മേഖലകളിലെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ലയൺ ബെന്നി നീലങ്കാവിലിനെ ആദ്യ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബെന്നിച്ചേട്ടൻ നല്ലൊരു ഗായകനാണ്. നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ രവി ബോംബെ ഈണം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ONV കുറുപ്പ് സാറ് വരികൾ എഴുതിയ ഒരു മനോഹരമായ ഗാനമാണ് നമ്മുടെ ബെന്നിയേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. ഭാവഗായകനാക്കും ആത്മസൗന്ദര്യ
ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശേഷരായി നിൽക്കുവിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. താങ്ക് യു ബെന്യേട്ടാ, സൂപ്പറായി പാടി. അടുത്തതൊരു കൊച്ചുമിടുക്കിയാണ് പാട്ട് പാടുന്നത്. ശ്രേയ സുധീഷ്. സബ് ജില്ലാ കലോത്സവത്തിലും പല വേദികളിലും നിരവധി സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരു കൊച്ചുമിടുക്കിയാണ്. ലയൺസ് ക്ലബ് ഓഫ് മുണ്ടത്തിക്കോടിന്റെ അഭിമാനം. കുച്ചിപ്പുടി, അതുപോലെ മോഹിനിയാട്ടം, അങ്ങനെ നിരവധി കലാതിലകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ശ്രേയ സുധീഷ്. ഹലോ ഹലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എവിടേക്ക് ആൾക്കാരുള്ളതെന്ന് പലരും പല സ്ഥലത്താണ്. ഈ MJFന്റെ അതായത് അതിന്റെ ഫ്ലേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചവര് അതിന്റെ ബോക്സ് ആ കറക്റ്റ് നമ്പർ പ്രകാരമാണോ മേടിച്ചത് നോക്കുക. അതിനകത്ത് അവർക്കുള്ള ലെറ്റർ ഉണ്ട്. അപ്പൊ ആ ലെറ്ററിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ബോക്സിൽ നമ്പർ ചേഞ്ച് 1-2 പേര് പറഞ്ഞു. അപ്പൊ നമ്പർ 53 ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. അതേപോലെ തന്നെ PMJFന്റെ അതിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അവരവരുടെ കയ്യിലുള്ളത് സ്വന്തം പേരിലുള്ളതാണോ എന്ന് നോക്കുക. അത് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ അത് മാറ്റി തരാവുന്നതാണ്. അപ്പൊ ദയവീതിട്ട് എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. MJF PMJF അവാർഡുകൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്, മറ്റു കാര്യങ്ങൾ, ബോക്സ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ക്ലിയർ ആക്കി തിരിച്ചു തരുന്നതായിരിക്കും. താങ്ക് യു. Sare gama pa dani pa dani gani ni da magare sare gama pa ma pa da pa gani ni san sani ni da gani ni sani ni da pa gani sani da pa sare gama pa da gama pa dani gani sani da re sani da pa sani da pa gama pa da sare gama pa ni sare gama pa kala.
ഇപ്പോഴാണ് മനസ്സിലായത് ഇത് പുതിയ ക്ലബിലത്തെ മോളാണ് മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞപ്പോഴേ ഒരു ഫോട്ടോ സൂപ്പർ ആർസിയുടെ ഇത് എന്റെ കീഴിലുള്ള ക്ലബിലത്തെ മോളാണ്. ആണോ? താങ്ക് യു. എല്ലാവരും ഫുഡ് കഴിക്കും. ഹലോ, ഓഡിയൻസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട. ഡൈനിങ് ഹാളിലും 2 ഡൈനിങ് ഹാളിലും നമ്മൾ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ പ്രതീക്ഷിച്ചതാണ്. ഒരുപാട് 3-4 മണിക്കൂർ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച ആൾക്കാർ തിരിച്ചു വരും, പോവാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സൂപ്പർ പാട്ടായി. അതായത് പവിത്രം എന്ന സിനിമയിലെ എനിക്ക് ശരത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത്, ശ്രീരാഗമോ. അത് വളരെ ഭംഗിയായി ശ്രേയമോള് പാടി. ഉള്ള ആൾക്കാരെ നല്ലൊരു കയ്യടി ശ്രേയമോൾക്ക് കൊടുക്കണം. അടുത്ത ഗാനം പാടുന്നത് നമ്മുടെ ആസ്ഥാന മാസ്റ്റർ ഓഫ് സെറമണി, നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുജി. അദ്ദേഹം 3-4 മണിക്കൂറായി കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോവാൻ തിരക്കുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ട് ഇപ്പൊ ആദ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വിഷ്ണുജി. ഹലോ 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 ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ, കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ.
15-ാം വാവിലെ പാലാളി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. 15-ാം വാവിലെ പാലാളി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. പുളിയിലക്കരമുണ്ടു പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പ്രിയപ്പെട്ടവരെ, ലയൺസ് പ്രസ്ഥാനത്തിലെ ഡിസ്ട്രിക്ട് 318 ഏറ്റവും നല്ല ഗായകൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് ഇനി പാടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ലയൺ അഡ്വക്കേറ്റ് VL സെബി. 25 വർഷം മുമ്പ് ഞാൻ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് കേട്ട അതേ ശബ്ദം, അതേ ഭാവം, അതേ ലയത്തിൽ അദ്ദേഹം ഇപ്പോഴും പാടും. ഗുരുതുല്യൻ കൂടിയായ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ എന്നും പലപ്പോഴും നമ്മള് പല പ്രോഗ്രാമിലും അദ്ദേഹം കയറി വരില്ല, അദ്ദേഹത്തിന് നിർബന്ധിച്ചാൽ മാത്രമേ അദ്ദേഹം വരുള്ളൂ. അപ്പോൾ പല പ്രോഗ്രാമുകളിലും നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിന് സെബിയേട്ടൻ്റെ പാട്ട് കേൾക്കണം എന്ന് എൻ്റെയും മറ്റു പലരുടെയും ആഗ്രഹമാണ്. അപ്പോൾ സെബിയേട്ടന് വേണ്ടി നമുക്ക് കാതുറക്കാം. മാത്രമല്ല ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് പ്രോഗ്രാമിന് മീൻസ് അന്നോ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാനും അത് FB യിൽ പോസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പലരും നന്നായി പാടുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഒരു കാര്യം ഇട്ടുണ്ടായിരുന്നു. 26-ാം തീയതിക്കുള്ളിൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവർ പേര് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അയച്ചു തന്ന ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കമ്മിറ്റി സെലക്ട് ചെയ്ത ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഓക്കെ. ഹലോ 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 അങ്ങോട്ട് വരുന്നില്ലേ?
എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേലേ. എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേലേ. എന്നനുഭൂതി തൻ സ്വർണതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. എന്നനുഭൂതി തൻ സ്വർണതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. നിൻ ത്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാൻ ഉയരാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻജാലകങ്ങളെ തൊട്ടുണർത്താം. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻജാലകങ്ങളെ തൊട്ടുണർത്താം. തൂമിഴി താമര പൂവിതൽ തുമ്പിലെ തൂമുത്തുരുമ്മയാലൊപ്പിയേക്കാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനേ. എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ. നിന്നിൽ എന്നും പൗർണമി വിടർന്നേനേ. താങ്ക് യു. താങ്ക് യു സേബിയേട്ടാ. സേബിയേട്ടൻ ജയചന്ദ്രൻ്റെ പോലെയാ, പ്രായം കൂടുന്തോറും ശബ്ദം നന്നായി നന്നായി വരും. ഈ വൈൻ മൂക്കും തോറും നന്നാവും എന്ന് പറയില്ലേ, അതുപോലെ. താങ്ക് യു സേബിയേട്ടാ. അടുത്ത ഗാനം ആലപിക്കുന്നത് ഇരിങ്ങാലക്കുട ക്ലബിലെ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് ഗായകരുണ്ട്. കൈയടിച്ചോട്ടോ, കുഴപ്പമില്ല. അതിലൊരു ഫാമിലി ഫുള്ള് ഗായകരുണ്ട്. ആ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഇനി വിളിക്കുന്നത്, അലിറ്റ് ആൻഡ് ബിജായ്. നല്ലൊരു ഗായികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതലേ പാട്ടുപാടി തുടങ്ങി. അതാണ് ഈ കൊച്ചുമിടുക്കിയുടെ പ്രത്യേകത. അപ്പം നമ്മൾക്ക് കേൾക്കാം, നല്ലൊരു ഗാനം ആലപിക്കും.
तुझको चाहे कदिल तुझे बेचैनियों में आएगा दिल साथ तेरे मर के भी तुझको चाहे कदिल तुझे बेचैनियों में आएगा दिल मेरे दिल को गुजारे में तेरी रातों की खुशबू है तेरे बगैर क्या जीने मेरे रोम रोम में तू है मेरी चूड़ियों के कन कन से तेरी सदा सानीदा नीदमा मगसनी धनी सगमा मगसनी धनी सगमा गसनी धनी सगमा ग मा ग सनी ध मग मगरी सनी ध मग मगरी सा नी द नी धनी सा धनी सा धनी सा धनी सा मदनी 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 धनी सा धनी सा धनी सा मदनी 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 सा मदनी सा मदनी सा मदनी सा सनी धम सनी धम सनी धम सनी धम मम सा सनी नि सा सनी नि द नि सा सनी नि द मम द द ग ग नि सा सा नि सा 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 नि द सा 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 मग सा 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 मेरे ढोलना से मेरे प्यार की धुन मेरे ढोलना से सांसों में तेरी ज़रूरत में है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सांसों में तेरी ज़रूरत में है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन तेरे धड़कनों के सरगोश मेरे धड़कनों में बजती है मेरी जागती निगाहों में ख्वाहिश को तेरी सजती है मेरे ख्याल में हर पल तेरे ख्याल शामिल है लम्हे जुदाइयों वाले मुश्किल बड़ी ही मुश्किल है ओ पिया निसरी सनी 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 धनी 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 पद 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 कम पद नि सा निसरी सनी सनी धनी 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 पद 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 कम पद नि सा पनि 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 नि सा कम पद नि द पद नि द पद नि सा कम पद नि द पद नि द पद नि सा कम पद नि द पद पम कम करि सा धनी सा कम पद पद नि सा कम पद नि द पद पम कम करि सा धनी सा कम पद पद नि सा नि सा नि सा नि सा नि सा नि सा धनी 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 कम पद नि द पद कम पद नि द कम पद कम करि सा रि सा नि धनी सा धा धनी नि सा सा ग ग म ग सा सा ग ग म म द धनी धनी सा ग सा नि धनी द प म ग म धनी सा धनी द म ग म करि सा सा ग म धनी सा नि द प म ग म करि सा सा ग म धनी सा नि द प म ग म करि सा द धनी नि सा सा ग ग नि सा सा ग ग म सा सा ग ग म म द द ग म म द धनी म म द धनी सा द धनी नि सा द सा मेरे ढोलना सुन मेरे प्यार की धुन मेरे ढोलना ശ്രേയകുട്ടി സൂപ്പർ. സംഗീത വഴിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ഗാനം ആലപിക്കുന്നത് ഈ അടുത്ത കാലത്ത് ലയൻസിൻ്റെ വേദികളിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ആലപിച്ച് നിങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു കപ്പിളാണ്.
ഒലു ലയൺസ് ക്ലബിലെ ലയൺ ബിജു പുറത്തൂർ MJF, അതോടൊപ്പം ലയൺസിൻ്റെ 318D വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലിബി ബിജു, രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഹലോ 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 ചെക്ക് ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ ചെക്ക് नसीब है जो मेरे यार ने इसके प्यार से बेखुदी में दीवाना मेरा नाम रख दिया, मेरा नाम रख दिया, हाँ नाम रख दिया, मेरा नाम रख दिया। तूने पहली नजर में सनम मेरे दिल को चुराया, तूने पहली नजर में सनम मेरे दिल को चुराया। बिना देखा तुझे अपना एक वरा,
चाहत की चांदनी मेरी आंखों में बस गई। तेरी चाहत की चांदनी मेरी आंखों में बस गई। ये खुशबू तेरे जिस्म की मेरी सांसों में बस गई। तू मेरी आरज़ू तू है मेरी वफा। जिंदगी में कभी अब न होगी जुदा। ऐसी दीवानगी देखी नहीं कहीं मैंने। इसलिए जाने जाना दीवाना तेरा नाम रख दिया। तेरा नाम रख दिया। हाँ नाम रख दिया। तेरा नाम रख दिया। मेरा नसीब है जो मेरे यार ने कस के प्यार से बेखुद में दीवाना मेरा नाम रख दिया। मेरा नाम रख दिया। हाँ नाम रख दिया। मेरा नाम रख दिया। Thank you, Biju and Libby. जाने जाना दीवाना तेरा नाम रख दिया। Thank you very much. താങ്ക് യു ബിജു. ബിജു ഒല്ലൂർ ലയൺസ് ക്ലബിൻ്റെ ഒരു എന്താ പറയുക ഒരു ലീഡറാണ്, ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഫ്യൂച്ചർ ലീഡറാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനകളും വേണം. അടുത്ത ഗാനം ആലപിക്കുന്നത് ശരിക്കും ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഫ്യൂച്ചർ ലീഡറാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജോയ് ആലപ്പാട്ട്. ഒരു കയ്യടിയൊക്കെ കൊടുക്കാട്ടോ ബിജോയ്ക്ക്. हेलो रिम झिम गिरे सावन सुलग सुलग जाए मन। भीगी आँच इस मौसम में लगी कैसे ये अगन। रिम झिम गिरे सावन सुलग सुलग जाए मन। भीगी आँच इस मौसम में लगी कैसे ये अगन। रिम झिम गिरे सावन। जब घुंघरू सी बजती है बूंदे और हमारे हल्के नमूने। जब घुंघरू सी बजती है बूंदे और हमारे हल्के नमूने। कैसे देखे सपने नयन
मौसम में लगी कैसे ये लगन रिमझिम गिरे सावन महफिल में कैसे कह दे किसी से दिल बंद रहा है किसी अजनबी से दिल बंद रहा है किसी अजनबी से हाय करे अब क्या जतन सुलग जाए मन भीगी हाथ इस मौसम में लगी कैसे ये यकन रिमझिम गिरे सावन सुलग जाए मन भीगी हाथ इस मौसम में लगी कैसे ये यकन रिमझिम गिरे सावन. Thank you. താങ്ക് യു ബിജോയ് ഏട്ടൻ. അടുത്ത ഗാനം ആലപിക്കുന്നത് നമ്മുടെ തീം സോങ് ആരും മറന്നിട്ടുണ്ടാവില്ല. ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ സുനി, ഏറ്റവും മികച്ച ഗായകൻ എന്ന് വേണമെങ്കിൽ പറയാം. സുനിയുടെ മകള് അമൃതവർഷിണി, രണ്ടുപേരും കൂടിയാണ് ഗാനം ആലപിക്കുന്നത്. പാട്ടുകാരെ സംബന്ധിച്ച് ഡാൻസ് ചെയ്യുന്ന ആളുകളെ വളരെ താല്പര്യമാണ്. നിങ്ങളുടെ ഡാൻസ് എല്ലാവരും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് സ്റ്റേജിന് താഴെ ഇറങ്ങി നിന്ന് ഡാൻസ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡാൻസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഡാൻസ് വളരെ നല്ലതാണ്. ഒന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിന്ന് ഡാൻസ് ചെയ്യൂ പ്ലീസ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തോ. ഹലോ 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 मैं दुनिया भुला दूंगा तेरी चाहत में. हो दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में. मैं दुनिया बुला लूंगी तेरी चाहत में. मैं दुनिया बुला लूंगी तेरी चाहत में. तेरा साथ झूठा ये वादा जो टूटा
सब कुछ लुटा दूंगा तेरी चाहत में। हो दुश्मन जमाना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में। मैं दुनिया बुला दूंगी तेरी चाहत में। तेरा साथ छूटा ये वादा जो टूटा, मैं खुद को मिटा दूंगी तेरी चाहत में। मैं दुनिया बुला दूंगा तेरी चाहत में। तेरी चाहत में। हाँ, तेरी चाहत में। താങ്ക് യു സുനി. രണ്ടുപേർക്കും അമൃതവർഷിണി സംഗീതം വർഷിക്കുകയായിരുന്നു. താങ്ക് യു, താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിരവധി പാട്ടുകാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ഗ്രൂപ്പിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു പാടാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ലയൺ ബെന്നി നീലങ്കാവിനോ അല്ലെങ്കിൽ MJ തോമസിനോ പേര് കൊടുക്കാനായിട്ട്. ആ 26-ാം തീയതിക്കുള്ളിൽ പേര് തന്ന ആളുകളിൽ 30 പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഗാനം ആലപിക്കാനായിട്ട് ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാം നിരവധി സൂപ്പർ പാട്ടുകാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, എന്നെ ആക്രമിക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത ഗാനം ആലപിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്. നമ്മുടെ വിജയേട്ടൻ ഇവിടെ റെഡിയാണ്. അദ്ദേഹം പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് മെമ്പറാണ്. ഏറ്റവും ആദ്യം വീഡിയോ അയച്ചു തന്ന ഒരാളാണ് വിജയേട്ടൻ. അപ്പൊ വിജയേട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹം ചൂളമടിച്ചാണ് പാടുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ പാട്ടുകാരൻ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ചാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹലോ 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 ഇതൊരു വിസിലിംഗ് പാട്ട് ഒരു വിസിലിംഗ് കൂടെ പാടുകയാണ്. അപ്പം എൻ്റെ ലിപ്സൊക്കെ ഡ്രൈ ആയിരിക്കുന്നു ഈ AC ഇരുന്ന കാരണം കൊണ്ട്. ഉദ്ദേശിച്ച പെർഫോമൻസ് ചിലപ്പം വളരെ ഡ്രൈ ആയിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ക്ഷമിക്കുക. മാക്സിമം എൻ്റെ ലിപ്സ് ഡ്രൈ ആയിരിക്കുകയാണ് ആദ്യമേ ചോദിക്കുകയാണ്. അത് ഞാൻ വെള്ളം പിടിച്ചത്.
സോറി ഭയങ്കരമായിട്ട്. താങ്ക് യു വിജയേട്ടാ. വിജയേട്ടൻ കുറേ നേരമായി കാത്തിരിക്കുന്നു. താങ്ക് യു. അടുത്തത് നല്ലൊരു ഗായകനാണ്, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അനൂപ്. അതിനുശേഷം നമ്മുടെ കൊച്ചുമിടുക്കൻ അലൻ ഒരു ഗാനം ആലപിക്കും. പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിരവധി പാട്ടുകാരാണ് പേര് തന്നവര്. അപ്പൊ ക്ഷമിക്കണം പുതിയത് വരുന്ന ആളുകള്. ഹലോ നല്ല പാട്ടുകാരനല്ല, ഒരു ആസ്വാദകൻ എന്നുള്ള ലെവലിൽ പാടുന്നു. എല്ലാവരും കൂടുതലേ സ്വരം പൂവിടും ഗാനമേ, സ്വരം പൂവിടും ഗാനമേ, നീയനു പല്ലവി, നീയനു പല്ലവി, സ്വരം പൂവിടും ഗാനമേ, നീയനു പല്ലവി, നീയനു പല്ലവി. ഒരുമിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം, ഒരുമിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം, വിരൽ മുന തഴുകും നവരാഗമേ, വിരൽ മുന തഴുകും നവരാഗമേ, വരൂ നീയനു പല്ലവി, സ്വരം പൂവിടും ഗാനമേ, വീണയിൽ നീയനു പല്ലവി, നീയനു പല്ലവി. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ, ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ, കരളുകളുരുകും സംഗീതമേ, കരളുകളുരുകും സംഗീതമേ, വരൂ
സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീയനു പല്ലവി നീയനു പല്ലവി നീയനു പല്ലവി. താങ്ക് യു അനൂപ്. അനൂപ് നല്ലൊരു ഗായകനാണ്, പ്രൊഫഷണൽ സിംഗറാണ്. അടുത്ത ഗാനം ഒരു കൊച്ചുമിടുക്കനാണ്, ഒരു അടിച്ചുപൊളി സോങ്. നമ്മുടെ ബിജോയുടെ മകനാണ് അലൻ. പാട്ട് ഇഷ്ടമായ നിങ്ങൾ കൈയടിക്കണം കേട്ടോ. ഇനി അടിച്ചുപൊളി പാട്ടുകളാണ്. അലനും ഞാൻ ഏതാണ്ട് കൈപിടിച്ച് നടന്നു തുടങ്ങിയ സമയത്ത് പാടി തുടങ്ങിയ ഒരു കുട്ടിയാണ് അലൻ. ഇപ്പോഴും മനോഹരമായി അലൻ പാടും. അലന്റെ പാട്ട് നമുക്ക് കേൾക്കാം.
പാട്ടും പാടി കളിയാടാൻ വന്നോടി ഒരു വല്ല പൊന്നും പൂവും കളി കാണാൻ വേണ്ടല്ലോ ഇലവങ്ക കാടും ചുറ്റി കൂത്താടും അലമാനെ ഇടനെഞ്ചിൽ കോലം തുള്ളും പല മോഹം പാഴാടേ അലൻ പൊരിച്ചു. ഇനി ഒരുപാട് വേദികളിലെ ആളുകളെ എങ്ങനെ ത്രസിപ്പിക്കാൻ കഴിയട്ടെ. അടുത്ത ഗാനം ആലപിക്കുന്നത് ഫ്രാങ്ക്ലിൻ ആൻഡ് ലിബി. ഹലോ 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 ചെക്ക് ഹലോ 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 அத்தைக்கு பிறந்தவளே ஆளாகி நின்றவளே பருவம் சுமந்து வரும் பாவாடை தாமரையே அத்தைக்கு பிறந்தவளே ஆளாகி நின்றவளே பருவம் சுமந்து வரும் பாவாடை தாமரையே கட்டாம்பூச்சி பிடிச்சவள் தாமரைக்கு வந்தது இப்ப மூന്നാம் பிறை முழுவிதமானது இப்ப மௌனத்தில் பேச மறையத்தில் கேள்வது இப்போ அத்தங்கர மரமே அரசமன இலையே ஆலமர கிளையே அதில் உறங்கும் கிளியே அத்தங்கர மரமே அரசமன இலையே ஆலமர கிளையே அதில் உறங்கும் கிளியே ஆத்தங்கர மரமே அரசமன இலையே ஆலமர கிளையே அதில் உறங்கும் கிளியே ஓடக்கர வரவு காட்டுல ஒருத்தி யாரு இவன் படிச்சு நிற்கிற ஒருத்தி பாதி வந்து தந்தை எடும் அந்த முகமா தாவணிக்கு வந்த ஒரு நந்தவனமா உள்ள சொந்தம் என்னை விட்டு போகாது அடவோட தண்ணி உப்பு தண்ணியாகாது
ஆத்தங்கர மரமே அரசமன இலையே ஆலமர கிளையே அதில் உறங்கும் கிளியே பொன்னே சுகந்தானா தங்கமே தழுகும் சுகந்தானா பாறையில் சின்ன பாதம் சுகந்தானா தொட்ட போய் என்ன சுகந்தானா தொடாத ஒழுகும் சுகந்தானா தோப்புள்ள ஜோடி மரங்கள் சுகந்தானா ஐத்தையும் மாமன சுகந்தானா ஆத்தில மீனும் சுகந்தானா ஐத்தையும் மாமன சுகந்தானா ஆத்தில மீனும் சுகந்தானா அண்ணனை உன்னையும் என்னையும் ஊட்டி வளர்த்த இன்னும் சுகந்தானா மாமன் உன்னை மச்ச பார்த்த நாளாச்சு உன் மச்சானுக்கு மயில பசு போதாச்சு ஓடக்கர போறவு காட்டுல ஒருத்தி யாரு இவ வெடிச்சு நிக்கிறேன் பருத்தி பாதி வந்து தன்னையிடும் அந்த முகமா தாவணிக்கு வந்த ஒரு நந்தவனமா ஆத்தங்கர மரமே அரசமன இலையே ஆலமர கிளையே அதில் உறங்கும் கிளியே Hello, check. சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் நாளை என் கீதமே எங்கும் உலாவுமே நாளை என் கீதமே எங்கும் உலாவுமே என்றும் விழாவே என் வாழ்விலே சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் கொஞ்சமே ஜீவ சுக பெறராகனது நீந்தவா போகும் பாதை தூரமே வாழு காலம் கொஞ்சமே ஜீவ சுக பெறராகனது நீந்தவா
இந்த தேகம் மறைந்தாலும் இசையாய் மலர்வே, இந்த தேகம் மலர்ந்தாலும் இசையாய் மலர்வே. கேளாய் பூ மனமே, சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். உள்ளமென்னும் ஊரிலே பாடலென்னும் தேரிலே நாளு கனவுகள் ராஜபவனிகள் போகிறதே. உள்ளமென்னும் ஊரிலே பாடலென்னும் தேரிலே நாளு கனவுகள் ராஜபவனிகள் போகிறதே. எந்த மூச்சும் இந்த பாட்டும் அணையா விளக்கே, எந்த மூச்சும் இந்த பாட்டும் அணையா விளக்கே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூங்கும் காலம். நாளை என் கீதமே எங்கும் உலாவுமே, நாளை என் கீதமே எங்கும் உலாவுமே, என்றும் விழாவே என் வாழ்விலே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். താങ്ക് യു നവീൻ, സൂപ്പറായി പാടി. അടുത്തത് സോനയാണ്, നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ സത്യം പറഞ്ഞാൽ അടിച്ചുപൊളി ഗായിക. നമ്മുടെ ഓഡിയൻസ് ഇരിക്കുന്ന സമയത്ത് പാടേണ്ടതായിരുന്നു. എനിവേ ഒരു ആർസി എന്ന നിലയിൽ എൻ്റെ നോർത്ത് ക്ലബിലത്തെ സാറിന് ഈ പൂച്ചുണ്ട്. ഒരു ഫോട്ടോ പ്ലീസ്. ഫോട്ടോ ഓൾറെഡി ദി വീഡിയോ ഈസ് ഗോയിങ്. സോന ബാബു, കുറേ നേരമായി ഞാനിങ്ങനെ പെൻഡിങ്ങിൽ നിർത്തുന്നു. ആയി ഞാനൊരു സോറി. ഡിസ്ട്രിക്ട് 318യുടെ ആസ്ഥാന ഗായിക എന്ന് വേണമെങ്കിൽ ഡാൻസ് ചെയ്ത് പാടുന്ന ആള്. അപ്പൊ സോനയുടെ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന പാട്ട് ആദ്യം പൊരിച്ചു അല്ലേ? याद तुम्हारी जब जब आई, गीत तुम्हारा याद दिलाई, यादों का नम जब दिल को सताए, मेरे लबों पे नगमाई आई, जू जू जुबी जुबी जुबी, जू जू जुबी जुबी जुबी, जुबी जुबी जुबी. Come on everybody. मेरे दिल का
താങ്ക് യു സോന. Thank you. ഇനി 2 അടിച്ചുപൊളി പാട്ടുകളോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ലേഡീസും എല്ലാവരും പ്ലീസ് പോയി കളിക്കാണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. സുനി, ബിജു, കൂടെ ഞാനും ഉണ്ട് കേട്ടോ. സുനി, ബിജു, സുനിൽ, ബിജു, സോന. അല്ല, സ്പീഡാണ് അതന്നെ. മാറി കേട്ടോ. ചെയിൻ സോങ് അല്ല, മറ്റേ മാറി പേര് കേട്ടോ. ഓരോന്ന് മാറി ഹലോ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ.
മധുരമൃത ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴരേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. കളഭ നദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരി കാവ്യസംഗീതം കന്നിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം അതിൽ നീന്തും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. രാവിൽ പൂന്തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആരിയം കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്തിൽ പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ എന്തുകർന്നേ വരാ ചെന്ന് പൂ ചെന്നു കൂടെ കൊണ്ടേ തരാ രാവിൽ പൂന്തേടും ആടിപ്പാടാൻ നീയും പോരാമോ തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നു ലച്ചു കുമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നു ലച്ചു കുമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ വെള്ളി നിലാവിൽ പെട്ട ചൂടും ആരിപ്പൂമണി മാറി അല്ലികൾ കൂടിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമഴി നീങ്ങുമ്പോൾ നാടൻ കാട്ടിൽ നറുമണം
ലാ 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 ലാ. രാവിൽ പൂന്തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ. മനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാരെ മാണിക്യം കാണാതെ പാവമാറാപ്പു താങ്ങുന്നൊരാള്. മനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാരെ മാണിക്യം കാണാതെ പാവമാറാപ്പു താങ്ങുന്നൊരാള്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിരുന്നു കാറ്റിലതു പറഞ്ഞാടി അല്ലിപ്പുതാരം കാറ്റിലുലഞ്ഞു അമ്പലം നലിഞ്ഞാടുമ്പോ മൂളിപ്പോയി പരിമളം ലാ 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 ലാ. രാവിൽ പൂന്തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ. ആര്യക്കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന അമ്പൽ പൂവിന്റെ എണ്ണുകർന്നേ വരാ. ചെല്ലപ്പൂം ചെണ്ടുന്ന കൂടെ കൊണ്ടുത്തരാം ലാ 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 ലാ. അടുത്ത സോങ് ഒരു തകർപ്പൻ സോങ് ആണ്. അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ലേഡീസ് പിന്നിൽ നിന്ന് കസേര പ്ലീസ് കം. അപ്പോൾ ആ മെമ്പേഴ്സിന് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ.